السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان شديد البطش والبرهان. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله. عليه توكلت وإليه أنيب. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أشرف مولود. صلى الله وسلم على سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. صدق الله مولانا العظيم. ظلمت سنة أمان أهي الله لا مائلا أن استكت قدما كل الرامي ورامي. مولاي صلي وسلم دائما أبدا على خير الخلق كلهم. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാനിൽ നോമ്പ് 5-ന് ആരംഭിച്ച നമ്മുടെ ഈ മഹത്തായ പരിപാടി ഇന്ന് 10ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാൾ വ്യാഴാഴ്ചയോടുകൂടി ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കുകയും ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ദുആയിൽ പങ്കെടുത്ത് നമുക്കിത് പൂർണ്ണമാക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു പരിശുദ്ധമായ റമളാനിൽ നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് കുറഞ്ഞ സമയമെങ്കിലും ദീനിന്റെ ഇൽമ് കേൾക്കാനും മനസ്സിലാക്കാനും ദുആയിൽ പങ്കെടുക്കാനും ദിക്ർ ചൊല്ലാനും ഒരുമിച്ച് കൂടാൻ സാധിച്ചത്. ദിക്ർ ചൊല്ലുന്ന മജ്ലിസ്, അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹഫത്ത് അലൈഹിമുൽ മലായിക, അവിടെ മലക്കുകൾ വന്ന് വട്ടമിട്ട് പറക്കും എന്നാണ്.
അതുപോലെ ദുആഇന്റെയും ഖുർആൻ പാരായണത്തിന്റെയും സദസ്സിന് വലിയ പോരിശയും ഈ ചെറിയ മജ്ലിസാണെങ്കിലും ഇതിൻ്റെ എല്ലാം കാര്യങ്ങൾ ഈ രൂപത്തിലായതുകൊണ്ട് നമുക്കും അതിൻ്റെ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. അല്ലാഹു തആല ലോകത്ത് ഇസ്ലാമിനെ പഠിപ്പിക്കാൻ നിയോഗിച്ച ധാരാളം നബിമാരുണ്ട്. ആ നബിമാരിൽ പരിശുദ്ധമായ ഖുർആനിൽ പേര് പറയപ്പെട്ട 25 പ്രവാചകന്മാർ ഉണ്ട്. എന്നാൽ ഖുർആനിൽ പേര് പറയാത്ത ലക്ഷക്കണക്കിന് അംബിയാ മുർസലുകളെ അല്ലാഹു തആല ലോകത്ത് പറഞ്ഞയച്ചിട്ടുണ്ട്. അവരെല്ലാം ഓരോ കാലഘട്ടത്തിലും അല്ലാഹുവിന്റെ ദീൻ ലോക സമക്ഷം പഠിപ്പിച്ചു കൊടുത്തു. അവരിൽ വലിയ സ്ഥാനമുള്ള പ്രവാചകന്മാർ ഉണ്ട്. ഓരോരുത്തരുടെയും സ്ഥാനം ഒരുപോലെയല്ല. തിൽക്കർ റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ്. പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു, ആ പ്രവാചകന്മാരുണ്ടല്ലോ, അവരിൽ ചിലരേക്കാൾ നാം ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഒരുപോലെയുള്ള സ്ഥാനമല്ല നൽകിയിട്ടുള്ളത്. പരിശുദ്ധമായ ദീനിന്റെ ദഅവത്താണ് അവരെല്ലാം നടത്തിയതെങ്കിലും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ സ്ഥാനമാനങ്ങൾ നൽകി. എല്ലാ നബിമാരും മുർസലുകളല്ല. അഥവാ നബിമാര് അല്ലാഹുവിന്റെ പ്രവാചകന്മാർ, വഹി നൽകപ്പെട്ടവർ ആണ്. അല്ലാഹു തആല അവരെ നബിയായി തെരഞ്ഞെടുത്തതാണ്. എന്നാൽ എല്ലാ നബിമാരും മുർസലുകളല്ല, റസൂലല്ല. അഥവാ പ്രത്യേകമായ ശരീഅത്ത് നൽകപ്പെട്ട് അവരെ ദഅവത്തിന് വേണ്ടി അയച്ചതായിരിക്കില്ല എന്നർത്ഥം. അപ്പോൾ നബിയും റസൂലും രണ്ടും ആകുന്ന പ്രവാചകന്മാർക്ക് വലിയ സ്ഥാനമുണ്ട്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ, ഈസാ നബി അലൈഹിസ്സലാമിനെ പോലെ, മൂസാ നബി അലൈഹിസ്സലാമിനെ പോലെ നബിയും റസൂലുമായ ഒരുപാട് പ്രവാചകന്മാര് ഉണ്ടല്ലോ. ആ നബിമാരിൽ നിന്നും മുർസലുകളിൽ നിന്നും അല്ലാഹു തആല പ്രത്യേകമായി തെരഞ്ഞെടുത്തു ഉലുൽ അസ്മാകുന്ന പ്രവാചകന്മാരെ. ആ ഉലുൽ അസ്മിൽപ്പെട്ട മഹാനാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അതുപോലെയുള്ള പ്രവാചകന്മാര് വേറെയും ഉണ്ട്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രവാചകന്മാരെക്കാളും മേലെയാണ്. അവസാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് കടന്നു വന്നിട്ടുള്ളത്. പക്ഷേ അവിടുന്ന് ഏറ്റവും വലിയ സ്ഥാനത്താണ് ഉള്ളത്. എല്ലാ പ്രവാചകന്മാരെക്കാളും മേലെയാണുള്ളത്. അത് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. എല്ലാ സ്വഭാവങ്ങളുടെയും മേലെയാണ് അവിടുന്നുള്ളത്. ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ നബിമാരുടെയും സ്വഭാവം, എല്ലാ മഹാന്മാരുടെയും സ്വഭാവം, അതിനെല്ലാം മേലെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനം. ഫാഖൻ നബിയീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമി വലാ കറമി. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ നബിമാരെക്കാളും ഉന്നതരായിരിക്കുന്നു.
അവിടുത്തെ സ്വഭാവത്തിലും സെറ്റിപ്പിലും എല്ലാ കാര്യങ്ങളിലും മേലെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഹബീബായി തെരഞ്ഞെടുത്തു. ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു പാടിയിട്ടുണ്ട്, ഫഹുവല്ലദീ തമ്മ മഅനാഹു വസൂറതുഹു ثم اصطفاه حبيبا بارئ النسم. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ സൗന്ദര്യവും സമ്പൂർണമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായി തെരഞ്ഞെടുത്തു. ഹബീബായി തെരഞ്ഞെടുത്തു. അപ്പൊ അല്ലാഹുമായി വളരെ അടുത്ത സ്ഥാനമുള്ള നേതാവാണ് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉമ്മത്താകുന്ന നമുക്കും മറ്റ് ഉമ്മത്തുകളെക്കാൾ മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം അവിടുത്തെ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ സഹാബത്ത് അവിടെ ഇരുന്ന് മുൻഗാമികളായ പ്രവാചകന്മാരുടെ മഹത്വം പറയുകയാണ്. ആദമു ഇസ്തഫാഹുല്ലാഹ്, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു. ഒന്നാമത്തെ മനുഷ്യരായി, ഒന്നാമത്തെ പ്രവാചകനായി നബിയുല്ലാഹി ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു സെലക്ട് ചെയ്തിരിക്കുന്നു. ആദം നബിയുടെ ഒരു മഹത്വമാണ്. അവിടെ നിന്നാണല്ലോ മനുഷ്യോൽപത്തിയുടെ ആദ്യത്തെ ആൾ അബുൽ ബശർ, മനുഷ്യപിതാവ് ആദം അലൈഹിസ്സലാം. അപ്പോൾ ആ സദസ്സിൽ നിന്ന് വീണ്ടും മറ്റൊരു പ്രവാചകരുടെ മഹത്വം പറയുകയാണ്. ഇബ്രാഹീമു ഖലീലുല്ലാഹ്, ഇബ്രാഹിം അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണ്. ഖലീൽ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, സ്നേഹിതൻ എന്നൊക്കെ അർത്ഥമുണ്ട്. ഏതായാലും അല്ലാഹുമായി അടുത്ത ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മഹത്വം പറഞ്ഞു ആ സദസ്സിൽ വെച്ച്. അപ്പോൾ മറ്റൊരാൾ പറയുകയാണ് മൂസാ കലീമുല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം കലീമുല്ലാഹിയാണ്, അഥവാ അല്ലാഹുമായി സംസാരിച്ച ആളാണ്. ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹുമായി മുനാജാത്ത് നടത്തിയ ആളാണ്. അല്ലാഹു നൽകിയ പേരാണ് കലീമുല്ലാഹ്. അപ്പോൾ ആ സദസ്സിൽ വെച്ച് മറ്റൊരാൾ പറയുകയാണ് ഈസാ റൂഹുല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റൂഹാണ്, അഥവാ അല്ലാഹു പ്രത്യേകമായി സൃഷ്ടിച്ച റൂഹാണ് ഈസാ നബിയുടേത്. കാരണം മനുഷ്യരെല്ലാവരും ഒരുപോലെ സൃഷ്ടിക്കപ്പെട്ടവരല്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിന്ന് ശേഖരിച്ച കളിമണ്ണിൽ നിന്ന് നിർമ്മിച്ചു പടച്ചു. എന്നിട്ട് ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു റൂഹ് ഊതി മലക്കുകൾ മുഖേന. ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയലിൽ നിന്നാണ് അതേ മഹദിയായ എല്ലാവരുടെയും ഉമ്മ, ലോക മനുഷ്യരുടെ മുഴുവനും മാതാവ് ഹവ്വാ റളിയല്ലാഹു അൻഹാ, ആ മഹദിയെ അല്ലാഹു സൃഷ്ടിക്കുന്നത് ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്നാണ്. അപ്പോൾ ഈ രണ്ട് സൃഷ്ടിപ്പും ഒരുപോലെയല്ലല്ലോ. ഒന്ന് കളിമണ്ണിൽ നിന്ന്, എന്നിട്ടതിൽ അല്ലാഹു മലക്കുകൾ മുഖേന റൂഹ് ഊതി. മറ്റൊന്ന് ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിൽ നിന്ന് ഊരിയെടുത്ത എല്ല്,
അതിൽ നിന്ന് ഹവ്വാ റളിയല്ലാഹു അൻഹായെ രൂപപ്പെടുത്തി അതിൽ അല്ലാഹു മലക്കുകൾ മുഖേന റൂഹ് ഊതി. പിന്നീട് വന്ന മനുഷ്യരെല്ലാം മാതാവ് പ്രസവിച്ചിട്ടാണ് ലോകത്തേക്ക് വന്നത്. നിങ്ങൾ നോക്കൂ, ഉമ്മമാരുടെ മഹത്വം എത്രയാണ്. ലോകമാകമാനമുള്ള മനുഷ്യ സാകല്യം മുഴുവനും പിന്നെ ഉണ്ടായത് ഓരോ മാതാവിലൂടെയുമാണല്ലോ, ഓരോ ഉമ്മമാരിലൂടെയുമാണല്ലോ ലോകത്ത് പിറന്നു വീണത്. അങ്ങനെ എത്രയോ കോടാനുകോടി മനുഷ്യര് ലോകത്ത് കഴിഞ്ഞുപോയി. അതേ ഈസാ നബി അലൈഹിസ്സലാം പിന്നെ സൃഷ്ടിക്കപ്പെടുന്നത് അതും മാതാവിന്റെ ഗർഭധാരണത്തിലൂടെ മാതാവ് പ്രസവിച്ചിട്ട് തന്നെയാണെങ്കിലും ഒരു പുരുഷനും സ്പർശിക്കാത്ത ഒരു മാതാവിലൂടെയാണ് ഈസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. ബീവി മറിയം റളിയല്ലാഹു അൻഹാ സ്വർഗത്തിന്റെ കാവാടത്തിലുള്ള 5 മഹദികളെ ഞാൻ ഇവിടെ പറഞ്ഞല്ലോ. ആ 5 മഹദികളിൽ ഒന്നാണ് മറിയം റളിയല്ലാഹു അൻഹാ. ഖദീജ ബീവി, ആയിഷ ബീവി, ഫാത്തിമ ബീവി, ആസിയ ബീവി, മറിയം ബീവി റളിയല്ലാഹു അൻഹും അജ്മഈൻ. അവരുടെ എല്ലാ മഹത്വം കൊണ്ട് അല്ലാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹാ ഒരാണും അവരെ സ്പർശിച്ചിട്ടില്ല, ഒരാണുമായും ബന്ധപ്പെട്ടിട്ടില്ല. അതാ അല്ലാഹു തആല പ്രത്യേകമായി മലക്കുകൾ മുഖേന അതാ ഗർഭാശയത്തിലേക്ക്, റൂഹിൻ ഗർഭാശയത്തിലേക്ക് ഈസാ നബിയെ അല്ലാഹു തആല സൃഷ്ടിക്കുകയാണ്, റൂഹിനെ ഊതുകയാണ്. അങ്ങനെ പരിശുദ്ധയായ ഒരു വനിതയിലൂടെ മാത്രം അവർ കാരണമായി മാത്രം ലോകത്ത് പിറന്നു വീണ ഒരു പ്രവാചകനാണ് നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാം. പ്രവാചകന്മാരെ കുറിച്ച് വഅദ് പറയുമ്പോൾ, മഹാന്മാരെ കുറിച്ചെല്ലാം വഅദ് പറയുമ്പോൾ നമ്മൾ പേടിച്ചു പോകുന്നു. കാരണം നമ്മുടെ വാക്കുകളിൽ വല്ല പിഴവുകളും വന്നാൽ, അവരുടെ സ്ഥാനത്തിന് വല്ല ഇടിവുകളും ആളുകളുടെ മനസ്സിൽ വന്നാൽ അത് വലിയ ബേജാറുള്ള കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു തആല മഹത്വവൽക്കരിച്ചതിനെ നമ്മൾ മഹത്വപ്പെടുത്തി തന്നെ പറയണം. മഹദിയായ മറിയം റളിയല്ലാഹു അൻഹാ ഗർഭം ധരിച്ച്, വേറെ ഒരു കാരണവുമില്ലാതെ ഗർഭം ധരിച്ച് പ്രസവിച്ച മഹാനാണ് ഈസാ നബി അലൈഹിസ്സലാം. അപ്പൊ അത് ഈസാ നബിയുടെ ഒരു പ്രത്യേകതയാണ്. അല്ലാഹുവിലേക്ക് ചേർത്തിയിട്ടാണ് പറയുന്നത് ഈസാ റൂഹുല്ലാഹ്. ഈസാ നബി അല്ലാഹുവിന്റെ പ്രത്യേകമായ ഒരു റൂഹാണ്. എല്ലാ അർവാഹുകളും അല്ലാഹു പടച്ചത് തന്നെ. പക്ഷെ ഇത് മറ്റുള്ള അർവാഹുകളെ പോലെയല്ല. മറ്റുള്ളത് അല്ലാഹു തആല ലോകത്ത് മുഴുവനും മനുഷ്യരെ ലോകത്ത് സൃഷ്ടിക്കുന്നത് മാതാവിന്റെയും പിതാവിന്റെയും കാരണത്തിലൂടെ ഗർഭാശയത്തിൽ രൂപപ്പെട്ട കുഞ്ഞിന് റൂഹ് ഊതി ആ കുഞ്ഞ് ലോകത്തേക്ക് പിറന്നു വീഴുകയാണ്. അപ്പൊ ആ രൂപത്തിലല്ലാതെ വന്നതുകൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാമിന് പ്രത്യേകമായ പേര്. അല്ലാഹു ഈ മഹാന്മാരായ പ്രവാചകന്മാരുടെ എല്ലാം പോരിശ കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആഖിറം വെളിച്ചമാക്കി തരട്ടെ. സ്വഹാബികൾ പള്ളിയിലിരുന്നു കൊണ്ട് മഹാന്മാരായ അമ്പിയാക്കളുടെ മഹത്വം ഇങ്ങനെ പറയുന്നത് കണ്ടപ്പോൾ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സദസ്സിൽ നിന്ന് സഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. ആദം മുസ്തഫാഹുല്ലാഹ്, മൂസാ കലീമുല്ലാഹ്, ഇബ്രാഹിം ഖലീലുല്ലാഹ്, ഈസാ റൂഹുല്ലാഹ്, ഇതെല്ലാം ശരി തന്നെയാണ്. എന്നാൽ ഇതിനേക്കാൾ വലിയ മഹത്വം അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്. അന ഹബീബുല്ലാഹ് വലാ ഫഖ്റാ.
ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. ഇത് വലിയ അഭിമാനമല്ലേ? ഇതിനേക്കാൾ വലിയ സ്ഥാനം വേറെയില്ല. അല്ലെങ്കിൽ ഇതൊരു കിബിർ പറയുകയല്ല, ഇത് അല്ലാഹു തന്ന സ്ഥാനമാണ്. അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു കൊടുത്ത സ്ഥാനമാണ്. അന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. അപ്പോൾ എന്താണ് സ്വഹാബത്തിനോട് പറഞ്ഞതിന്റെ പൊരുൾ? നിങ്ങൾ ആ മഹത്വം കൂടി എടുത്തു പറയണം. ഇപ്പോൾ ചില ആളുകളില്ലേ, നമ്മൾ മഹാന്മാരായ ബദരീങ്ങളുടെ മൗലിദ് ഓതുമ്പോ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റന്നാൾ ഇവിടെ വെച്ച് ആ മൗലിദ് ഓതണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബദരീങ്ങളുടെ മൗലിദ് ഇൻഷാ അല്ലാഹ് നാളെ ബുധനാഴ്ച 16-ന്റെ നോമ്പ് തുറക്കാൻ പോകുമ്പോ 17-ാം രാവിലേക്ക് കടക്കാൻ പോകുമ്പോ സാധാരണ ഓതുന്നത് പോലെ നമ്മുടെ പള്ളിയിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ബദർ മൗലിദ് ഓതിയിട്ട് ദുആ നടക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ ഇൻഷാ അല്ലാഹ് മറ്റന്നാൾ ഈ സദസ്സിൽ വെച്ച് വ്യാഴാഴ്ച 17-ന്റെ അന്ന് ഇവിടെ വെച്ച് നമുക്ക് ബദർ മൗലിദ് ഓതിയിട്ട് ദുആ ചെയ്യണം. ഈ ക്ലാസ് സമാപിക്കുന്ന ദിവസവുമാണല്ലോ. ബഹുമാനപ്പെട്ട ഹുസൈൻ തങ്ങൾ ഇവിടെ വന്ന് നമുക്ക് ദുആഇന് നേതൃത്വം നൽകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ മഹാന്മാരായ ബദരീങ്ങളെ മൗലിദ് നമ്മൾ ഓതുമ്പോ ഈ നോമ്പ് കാലത്തും അത് പാടില്ല, അത് ഇസ്ലാമിൽ തെറ്റാണ് എന്ന് പറയുന്ന പുത്തൻവാദികളുണ്ട്. മുജാഹിദിനെ പോലെ, ജമാഅത്തെ ഇസ്ലാമിയെ പോലെ, തബ്ലീഗ് ജമാഅത്തിനെ പോലെ പിഴച്ചുപോയ കക്ഷികളുണ്ട്. നബിമാരുടെ മഹത്വം മൗലിദ്, അവരുടെ മൗലിദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവരുടെ മഹത്വം പറയലാണല്ലോ. പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അതേ ദുആ നടത്തുന്നതിന്റെ ഇടയിൽ ആ അമ്പിയാക്കളുടെ മഹത്വം പാടിയോ പറഞ്ഞോ അവതരിപ്പിക്കലാണല്ലോ മൗലിദ് എന്ന് പറഞ്ഞാൽ. ആ മൗലിദ് പാടില്ല എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ മുൻഗാമികളായ അമ്പിയാക്കളുടെ മഹത്വങ്ങൾ മഹാന്മാരായ സ്വഹാബത്ത് സദസ്സിൽ വെച്ച് ഇങ്ങനെ അവതരിപ്പിച്ചപ്പോൾ അത് കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്നല്ല പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, എല്ലാ നബിമാരുടെയും മഹത്വം പറയണം. എന്നാൽ അതുപോലെ അതിനേക്കാളേറെ നിങ്ങൾ പറയേണ്ടത് അന്ത്യപ്രവാചകരായ എന്റെ മഹത്വമാണ്. അന ഹബീബുല്ലാഹ് വലാ ഫഖ്റാ. അതിനേക്കാളും വലിയ സ്ഥാനം വേറെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനം വേറെയില്ല. അല്ലാഹു തആല ഈ അമ്പിയാക്കളുടെ എല്ലാ മഹത്വം കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ബഹുമാനികളെ, നിങ്ങൾക്ക് കേൾക്കണോ? ബഹുമാനപ്പെട്ട ഈസാ നബിക്ക് അല്ലാഹു ആ പേര് കൊടുത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാമിന് ആ പേര് വന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞു. മൂസാ നബി അല്ലാഹുവിനോട് സംസാരിച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ആദ്യമായി സെലക്ട് ചെയ്തു, ആദ്യത്തെ മനുഷ്യരായി, ആദ്യത്തെ പ്രവാചകനായി. അങ്ങനെ ഓരോ നബിമാരുടെയും അവരുടെ സെലക്ഷനുള്ള കാരണം പറഞ്ഞു. എന്നാൽ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ പേര് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ പേര് കൊടുക്കാനുള്ള കാരണം എന്താണ്? അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, അതേ എന്നോട് പറയപ്പെട്ടു. എന്താണ് പറയപ്പെട്ടത്? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ വസിയ്യത്ത് നിലനിർത്തണമെന്നാണ് ബഹുമാനപ്പെട്ട ജാബിർ ഇബ്നു അബ്ദില്ലാഹി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്.
ഇവിടുന്ന് പറഞ്ഞു, ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അത്വിയ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത ഉപദേശം, യാ അത്വിയ ഇഹ്ഫൽ വസിയതി, എന്റെ വസിയത്ത് നിങ്ങൾ പാലിക്കണം, സൂക്ഷിക്കണം. എന്താണ് വസിയത്ത്? നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കണം. അഹിബ്ബ ആല മുഹമ്മദിൻ വസഹ്ബിഹി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കണം, അവിടുത്തെ അസ്ഹാബിനെയും സ്നേഹിക്കണം. അത് മാത്രം പോരാ, വ അഹിബ്ബ മുഹിബ്ബി ആലി മുഹമ്മദിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുടുംബത്തെ സ്നേഹിക്കുന്നവരെയും നിങ്ങൾ സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം, അവിടുത്തെ കുടുംബത്തെ സ്നേഹിക്കണം, കുടുംബത്തെ സ്നേഹിക്കുന്നവരെയും സ്നേഹിക്കണം. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ അനുയായികളാകുന്ന നമ്മളെല്ലാവരും ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്നവരാണ്, അവിടുത്തെ ആലിനെ മഹബ്ബത്ത് വെക്കുന്നവരാണ്, അവിടുത്തെ അസ്ഹാബിനെ മഹബ്ബത്ത് വെക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ബദരീങ്ങളെ ആണ്ട് കഴിക്കുന്നത്, ആ ബദരീങ്ങളെ മൗലിദ് ഓതുന്നത്. അപ്പൊ അവരെ ഇഷ്ടപ്പെടുന്നവരെയും ഇഷ്ടപ്പെടാം. അപ്പം സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെയൊക്കെ നമ്മൾ ഇഷ്ടപ്പെടണം. അവരെന്തുകൊണ്ടാ? അവർ റസൂലുള്ളാഹിന്റെ ആലിനെയും അസ്ഹാബിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർ തമ്മിലുള്ള ആ മഹബ്ബത്ത്. അല്ലാഹു അത് നിലനിർത്തി തരട്ടെ. അതുപോലെ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ഉപദേശമാണ്, വഅത്ഇമിത് തആം, നിങ്ങൾ ഭക്ഷണം ഭക്ഷിപ്പിക്കണം. അതുപോലെ വഅഫ്ശുസ്സലാം, നിങ്ങൾ സലാം പറയലിനെ വ്യാപിപ്പിക്കണം. വസ്വല്ലി ബില്ലൈലി വന്നാസു നിയാം, നിങ്ങൾ ജനങ്ങളെല്ലാം ഉറങ്ങിയിരിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾ എഴുന്നേറ്റു നിസ്കരിക്കണം. ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു അതേ അവിടുന്ന് ഒരു ഹദീസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഫഇന്നീ സമഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നിശ്ചയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ ഇല്ലാ ലിഇത്ആമിഹി അത്ആം വഇഫ്ശാഇഹി സലാം വസ്വലാത്തിഹി ബില്ലൈലി വന്നാസു നിയാം. മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരവോടെ ഖലീലുല്ലാഹ് എന്ന സ്ഥാനം നൽകിയിട്ട് മഹത്വവൽക്കരിച്ചത് എന്തിന്റെ പേരിലാണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖലീൽ എന്ന സ്ഥാനം നൽകിയത് ഒന്നാമത്തെ കാരണം ഇല്ലാ ലിഇത്ആമിഹി അത്ആം, അവര് ഭക്ഷണം ഭക്ഷിപ്പിക്കുന്ന ആളായിരുന്നു, ഭക്ഷണം കൊടുക്കുന്ന ആളായിരുന്നു. ഭക്ഷണം കൊടുക്കാന്ന്, ഭക്ഷണം സാധനം കൊടുക്കാന്ന് മാത്രല്ല, ഇത്ആമു തആം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഭക്ഷിപ്പിക്കുക, ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ആളുകളെ ഭക്ഷിപ്പിക്കുക, അതാണ് ഇത്ആമു തആം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വലിയ ചര്യയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിൽ വലിയ ബറക്കത്ത് അല്ലാഹു ചൊരിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ 2015 മുതൽ സേവനം ചെയ്യുന്ന ആളാണ്. അൽഹംദുലില്ലാഹ് ഈ 9 വർഷം പൂർത്തിയാവുകയാണ് ഈ റമദാനോടുകൂടി. ഈ വർഷങ്ങൾ, കഴിഞ്ഞുപോയ വർഷങ്ങൾ എത്ര ആളുകളാണ് നമുക്കിവിടെ ഭക്ഷണം നൽകിയത്.
ആർക്കെങ്കിലും അതിന് പകരം വല്ലതും കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ പൊരുത്തം കരുതി ഓരോ വീട്ടുകാരും അൽഹംദുലില്ലാഹ് ഭക്ഷണം നൽകുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഖലീലായി തെരഞ്ഞെടുത്തതിന്റെ കാരണം അവരെ പരിപാടി ഭക്ഷണം ഉണ്ടാക്കി ഭക്ഷിപ്പിക്കലായിരുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ആ സ്വഭാവം നമ്മൾ പകർത്തുമ്പോൾ ആ നബിയോട് നമുക്ക് സ്നേഹമുണ്ട്. ആ നബിയുടെ സ്വഭാവം നമുക്ക് പകർത്താൻ കഴിയുമ്പോൾ അവരുടെ ശഫാഅത്തും നമുക്കുണ്ട്. അവരുടെ ശഫാഅത്തും നമുക്കുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്വം അങ്ങനെയാണ് ലഭിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത് ജാബിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുകയാണ്. അത് വലിയൊരു സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വഭാവം എന്താണെന്നറിയോ? മഹാനവറുകൾ അതാ ഒരു കൊട്ടാരമുണ്ടാക്കി, ഒരു വലിയ വീട് നിർമ്മിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ വീടിന് 4 എൻട്രൻസ്, 4 കവാടങ്ങൾ വെച്ചു. നമ്മളെ വീടിന് എത്ര എൻട്രൻസ് ഉണ്ടാവും? ഔട്ട് പുറത്തേക്ക് പോകാൻ 2. പണ്ടേത്തെ പേർക്കെല്ലാം 3 ഉണ്ടാവും. കുൾമൂറിന്റെ ഉള്ളിലൂട്ടി പുറത്തേക്ക് പോകാം. ഇപ്പൊ അതില്ല, ഇപ്പൊ 2. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കിയ വീടിന് മഹാനവറുകൾ 4 കവാടം വെച്ചു. 4 ഭാഗത്തേക്ക്, കിഴക്കോട്ടും തെക്കോട്ടും വടക്കും പടിഞ്ഞാറോട്ടും 4 ഭാഗത്തേക്ക് 4 കവാടങ്ങൾ. എന്താണ് അതിന്റെ കാരണം? മഹാന്മാര് പറയുന്നു, മഹാനവറുകൾ രാത്രി ഭക്ഷണം പാചകം ചെയ്ത് ഭക്ഷണം തയ്യാറാക്കി വെച്ച് കാത്തിരിക്കുകയാണ്. രാത്രി ഭക്ഷണം കഴിക്കാതെ കാത്തിരിക്കുകയാണ്. ആരെയാണ് കാത്തിരിക്കുന്നത്? ആരെ എന്ന് പ്രത്യേകമായ നിർണയം ഇല്ല. തന്റെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വേണ്ടി കയറി വരുന്ന ഏതൊരാളെയും സ്വീകരിക്കാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റെഡിയാണ്. അതുകൊണ്ട് തന്നെ രാത്രി മഹാനവറുകൾ ഭക്ഷണം കഴിക്കൂല. ആരെങ്കിലും കൂടെ വേണം, കൂടെ ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും വേണം. അങ്ങനെ ഓരോ ദിവസവും കാത്തിരിക്കും, ആരെങ്കിലും വരും. അങ്ങനെ വരുന്ന ആളുകളുടെ കൂടെയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം കഴിക്കുന്നത്. അവര് കഴിച്ചിട്ടാണ് കഴിക്കുന്നത്. എന്നാൽ ചില ദിവസങ്ങളിൽ ആരെയും കാണാതിരിക്കുമ്പോൾ അതേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സാറൽ മൈല, 1 മൈല് മഹാനവറുകൾ യാത്ര ചെയ്യും. 1 മൈല് എന്ന് പറഞ്ഞാൽ തലശ്ശേരി കൂത്തറമ്പിലേക്ക് പോയാൽ 1 മൈൽ, 2, 5 മൈൽ, 6 മൈൽ, 7 മൈൽ. 1 മൈലിന്റെ 2 മൈലിന്റെ ഇടയിൽ 1.5 കിലോമീറ്റർ ദൂരം ഉണ്ട്. 1.5 കിലോമീറ്റർ. അപ്പൊ 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇരിങ്ങണ്ണൂർ ടൗണിൽ നിന്ന് അക്കിയടുത്ത് വരെ 1 കിലോമീറ്റർ. അപ്പൊ 1.5 കിലോമീറ്റർ ആണെങ്കിൽ ഏകദേശം അക്കിയടുത്ത് പോയി തിരിച്ചിട്ട് ഇവിടെ പള്ളിന്റെ അടുത്തും വരെ വരണം. അപ്പൊ 1.5 കിലോമീറ്റർ. അപ്പൊ അത്രയും ദൂരം മഹാനവറുകൾ ഇങ്ങനെ നടന്നു. എന്തിനാ നടന്നത്? ആരെങ്കിലും ഉണ്ടോ ഭക്ഷണം കഴിക്കാൻ? രാത്രിയിൽ എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് മഹാനവറുകൾ നടക്കുന്നു. എന്നാൽ 1 മൈൽ യാത്ര ചെയ്തിട്ടും ആരെയും കാണുന്നില്ല എങ്കിൽ വൽ മൈലൈനി, 2 മൈൽ ദൂരം യാത്ര ചെയ്യും മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. 2 മൈൽ യാത്ര ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്. 3 കിലോമീറ്റർ
3 കിലോമീറ്റർ നമ്മൾ ആരെങ്കിലും നടക്കോ? 3 കിലോമീറ്റർ നടന്നിട്ട് എന്തിനാ ഇത്? ഓർക്ക് ഭക്ഷണം കിട്ടാനല്ല, പിന്നെയോ വേറെ ആരെങ്കിലും ഭക്ഷണം കിട്ടാതെയോ രാത്രിയിൽ ഭക്ഷണം കഴിക്കാതെയോ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ 3 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ആളുകളെ തേടിപ്പിടിച്ച് അവരെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്തിട്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു അവർക്ക് ഖലീലുല്ലാ എന്ന പേര് കൊടുത്തതെന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മാത്രമല്ല ബഹുമാനപ്പെട്ട ഇക്രിമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, കാന ഇബ്രാഹിം അലൈഹിസ്സലാം യുസമ്മാ അബൽ ലൈഫാൻ. അവർക്ക് വേറെ ഒരു പേരും നൽകപ്പെട്ടിട്ടുണ്ട്. എന്താണ്? അബുൽ ലൈഫാൻ, അതിഥി സൽക്കാരത്തിന്റെ ഉപ്പ. ഓരോ പേരാണ്. അതിഥി സൽക്കാരത്തിന്റെ പിതാവ്. എന്താണ് അതിന്റെ കാരണം? മഹാനവറുകൾ ഇങ്ങനെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നു, എന്നിട്ട് ആ കൊട്ടാരത്തിലേക്ക് ആരാണ് കയറി വരുന്നത് എന്ന് ഇങ്ങനെ കാത്തിരുന്ന് അവരെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്. ഈ സ്വഭാവം പകർത്തിയതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല മഹത്വം കൊടുത്തു, ഖലീലുല്ലാഹ് എന്ന സ്ഥാനം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സ്വഭാവമാണ് അതിഥികളെ സൽക്കരിക്കുക എന്നത്. ഇസ്ലാം വലിയ പ്രോത്സാഹനം നൽകിയ കാര്യമാണ്. അവിടുന്ന് പറഞ്ഞില്ലേ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരുണ്ടോ അവർ ഫൽയുക്രിം ലൈഫഹു, അവരുടെ അതിഥിയെ ബഹുമാനിച്ചു കൊള്ളട്ടെ. നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഐച്ചു എന്ന് പറയുന്ന ഒരു ഉമ്മാമ, അല്ലാഹു ഖബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ. ആ ഉമ്മാമ മരിച്ച ഉടനെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. മൗത്ത് വേദനയുണ്ട് എന്ന് പറഞ്ഞ അറിയിപ്പ് കിട്ടിയപ്പോൾ ഓടിപ്പോയി അവിടെ എത്തി. അപ്പോഴേക്ക് മരിച്ചുപോയിട്ട്. അവിടെ എത്തിയപ്പോ അവരെ മോന് എന്നോട് പറഞ്ഞതാണ്, നമ്മളടുത്ത കുടുംബത്തിൽപ്പെട്ടതാണ്. എന്താ? 4 മണിക്ക് എഴുന്നേറ്റിട്ട് വിളിക്കാൻ തുടങ്ങി, ഇബ്രാഹിം നബീനെ വിളിക്കാൻ തുടങ്ങി. രാവിലെ സുബഹിയോടടുത്ത സമയമാണ് മരിച്ചത്. സുബഹി നിസ്കരിച്ച് നമ്മള് പോയതാണ്, ആ സമയത്താണ് മരിച്ചത്, സുബഹിന്റെ സമയം. അപ്പൊ പുലർച്ചെ എഴുന്നേറ്റ് തുടങ്ങി ഇബ്രാഹിം നബീനെ വിളിക്കാന്നാ മോൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, ഇവരെന്താണ് മരിക്കുന്നതിന് മുമ്പ് ഇബ്രാഹിം നബീനെ വിളിച്ചത്? അപ്പൊ ആ ഉമ്മാമയുടെ നല്ല ഒരു സ്വഭാവമായിരുന്നു, ആര് വന്നാലും അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടല്ലാതെ വെള്ളം കൊടുത്തിട്ടല്ലാതെ അവിടുന്ന് പറഞ്ഞേക്കൂല. ആര് വന്നത് ആരാണെന്ന നോട്ടമില്ല, എല്ലാവരെയും സൽക്കരിക്കുന്ന സ്വഭാവം. അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സ്വഭാവമായതുകൊണ്ടായിരിക്കണം മരിക്കാൻ പോകുമ്പോ ആ മഹാനെ വിളിച്ചത്. അവരെ സഹായം അല്ലാഹു തആല കൊടുത്തിട്ടുണ്ടാകും. അല്ലാഹു തആല അവരെ ഖബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണല്ലോ. ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയേ, എനിക്ക് രക്ഷപ്പെടാൻ എൻ്റെ കയ്യിൽ മറ്റൊന്നുമില്ല, കൂടുതൽ നിസ്കാരമോ കൂടുതൽ അമലുകളോ എൻ്റെ കയ്യിലില്ല, ഞാൻ എങ്ങനെ രക്ഷപ്പെടും? പിന്നെ എന്താണ് ഉള്ളത്? ഞാൻ ഹബീബായ തങ്ങളെ ഇഷ്ടപ്പെടുന്നു,
ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അൽ മർഉ മഅ മൻ അഹ്ബബ്ത, നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെയാണ് നിങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെട്ടാൽ, അമ്പിയാക്കളെ ഇഷ്ടം വെച്ചാൽ, മഹാന്മാരായ ബദ്രീങ്ങളെ സ്നേഹിച്ചാൽ, ഔലിയാക്കളെ മഹബത്ത് വെച്ചാൽ, നാളെ പരലോകത്ത് അവരുടെ കൂടെയാണ് നമ്മൾ ഉണ്ടാവുക. അവരെ സഹായം നമുക്ക് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വലിയ സമ്മാനമായി നമുക്ക് നൽകിയതാണ്. ഇന്നമാ വലിയുകുമുല്ലാഹു വ റസൂലുഹു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതല്ലേ, ഇന്നമാ വലിയുകുമുല്ലാഹു വ റസൂലുഹു. പിന്നെ മുഅ്മിനീങ്ങളും അല്ലാഹുവിന്റെ പ്രത്യേകമായ തീരുമാനപ്രകാരം നിങ്ങളുടെ സഹായികൾ ആരാണ്? അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ സഹായം, അല്ലാഹുവാണ് എല്ലാ സഹായവും സൃഷ്ടിക്കുന്നവൻ. അവൻ നൽകുന്ന സഹായമാണ് മറ്റുള്ളവരൊക്കെ നൽകുന്നത്. ഡോക്ടർ നൽകുന്ന സഹായം, ഉമ്മ നൽകുന്ന സഹായം, എല്ലാ സഹായവും അല്ലാഹു സൃഷ്ടിക്കുന്ന സഹായമാണ്. അതുകൊണ്ട് ഏറ്റവും ഹഖീഖിയായ സഹായം നൽകുന്നവൻ അല്ലാഹുവാണ്. എന്നാൽ അതുപോലെ തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ സഹായിക്കുന്നു. അത് അല്ലാഹു തആല തന്നെ പറഞ്ഞതാണ്, ഇന്നമാ വലിയുകുമുല്ലാഹു വ റസൂലുഹു. പിന്നെയോ മുഅ്മിനീങ്ങൾ അഥവാ വലിയ സ്വാലിഹീങ്ങളായ ഔലിയാക്കൾ, അവരുടെ സഹായം നമുക്കുണ്ടാകും. അത് അല്ലാഹു തആല നിശ്ചയിക്കുന്നതാണ്. മലക്കുകൾ തന്നെ പറഞ്ഞില്ലേ, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വ ഫിൽ ആഖിറ. മുഅ്മിനീങ്ങളോട് മലക്കുകൾ പറഞ്ഞില്ലേ, ഞങ്ങൾ നിങ്ങളെ സഹായികളാണ്, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളെ സഹായിക്കുമെന്ന്. അപ്പോൾ അത് അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ആരെ മഹബ്ബത്ത് വെക്കുന്നുണ്ടോ അവരെ സഹായം നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് അവരെ മഹത്വം നമ്മൾ പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മഹബ്ബത്ത് വെച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവം പകർത്തിയതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാമയുടെ മനസ്സിൽ അത് ഇട്ടുകൊടുത്തതായിരിക്കണം. അല്ലാഹു അവരുടെ ഖബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യുക്രിം ലൈഫഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ വിശ്വസിക്കുന്നവർ, അന്ത്യനാളിൽ വിശ്വസിക്കുന്നവർ അതിഥികളെ ബഹുമാനിച്ചു കൊള്ളട്ടെ എന്ന്. അപ്പൊ നമ്മൾ ജീവിതത്തിൽ പരമാവധി, കഴിവിന്റെ പരമാവധി ഭക്ഷണം കൊടുക്കാൻ പറ്റിയ അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുക. ഇപ്പം മനസ്സിലായി 10 ദിവസം ബഅദ് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ഭക്ഷണം മുടങ്ങിപ്പോകാണ്ട് മൗലിയാർക്ക് കിട്ടുക എന്നുള്ളതാണ് 10 ദിവസം ബഅദ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അത് ചെറിയ പ്രതിഫലമൊന്നുമല്ല. എത്രയോ സ്ഥലങ്ങൾ, ഞാൻ ചില സ്ഥലത്ത് വാദിന് പോയാൽ ആടുന്ന് പറയും, നിങ്ങള് ഉസ്താദ്മാർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം ഒന്ന് ഊന്നി പറയണേ. എന്താ, ഇവിടെ എല്ലാം ഹോട്ടലിൽ നിന്നാണ് ഉസ്താദ്മാർക്ക് ഭക്ഷണം. ഹോട്ടലിൽ ഭക്ഷണത്തിന്റെ പൈസ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. എത്ര പൈസ? 500 റുപ്യ മതി എന്നാണ്. 1000 തന്നെ പിടിച്ചോന്ന് പറയും. ഹോട്ടലിൽ പോയിട്ട് കഴിച്ചോട്ടെ. അപ്പൊ അത് ഒരു സഹായമാണ്. പക്ഷേ അതിനേക്കാളും വലിയ സഹായം നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു ഖലീലായി തെരഞ്ഞെടുത്തത് ഭക്ഷണം ഉണ്ടാക്കി ആളുകളെ ഭക്ഷിപ്പിച്ചു എന്നതുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെയുള്ള എത്രയോ ഉമ്മമാര് അവര് അസുഖം ഉണ്ടായാൽ പോലും അവര് ഭക്ഷണം ഉണ്ടാക്കി ഇവിടെ കൊടുത്തയക്കുന്നവരുണ്ട്. അതുപോലെ മറ്റ് പല ജാതി പ്രയാസങ്ങളുണ്ടെങ്കിലും
ഭക്ഷണം ഉണ്ടാക്കി എത്തിച്ചു നൽകുന്നവരുണ്ട്. ഭക്ഷണം നൽകുന്ന വീട്ടുകാരെ നമ്മൾ ഒരു ദുആയിലും ഓർമ്മിക്കാതിരിക്കൂല. നമ്മൾ വലിയ മഹാന്മാരായോണ്ടൊന്നല്ല, പക്ഷേ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് പഠിപ്പിക്കുന്ന സ്ഥാപനം, അതിനു വേണ്ടി ഒരുമിച്ച് കൂടിയ മുത്തഅല്ലിമീങ്ങൾ, ആ ദുആഇന് ഇജാബത്ത് ഉണ്ടല്ലോ. അതുകൊണ്ട് ഭക്ഷണം നൽകിയവർക്ക് എപ്പോഴും ദുആ ചെയ്യും. നമ്മുടെ നാട്ടിൽ അല്ലാത്ത പുറം നാടുകളിലുള്ള മഹാഭൂരിഭാഗം ആളുകളാണ് നമ്മുടെ ദർസിലെ മുത്തഅല്ലിമീങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി. ഇവിടെ എൻ്റെ കയ്യിലുള്ള ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. എത്ര ആളുകൾ നമ്മുടെ നാട്ടുകാർ ഉണ്ട്, പുറം നാട്ടുകാരുണ്ട്. കാരണം ഇവിടെ കുറഞ്ഞ ആളുകളാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് ആ ഉള്ള ആളുകളെല്ലാം സഹായിക്കുന്നുണ്ട്. അള്ളാഹു ഇനിയും അവർക്ക് തൗഫീഖ് നൽകട്ടെ. പക്ഷേ നമുക്ക് 100-300 ആളുകളിൽ നിന്ന് 6000 രൂപയാണ്. അപ്പൊ മഹാഭൂരിഭാഗവും പുറം നാടുകളിലുള്ള പരിചയക്കാരായ ആളുകളാണ് ഭക്ഷണത്തിന് വേണ്ടി സഹായിക്കുന്നത്. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി ഇവിടെ കൊണ്ടുതരാൻ പറ്റൂല. അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ക്യാഷ് അവർ തരുന്നു. അവർക്ക് വേണ്ടിയും നമ്മൾ ദുആ ചെയ്യുന്നു. അല്ലാഹു തആല അവർക്കെല്ലാം ബറക്കത്ത് ചൊരിയട്ടെ. മരിക്കുന്ന നേരം അതാ ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും. നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ഇബ്ലീസ് നമ്മളെ വഞ്ചിക്കാൻ വേണ്ടി വരുന്ന സമയമാണ്. ആ സമയത്ത് ഇബ്ലീസ് വെള്ളം നൽകും. ആ വെള്ളം വാങ്ങി കുടിച്ചാൽ നമുക്ക് ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇബ്ലീസിനെ പോടാ എന്ന് പറഞ്ഞ് ആട്ടിയിട്ട് നമ്മുടെ കുടുംബങ്ങൾ നൽകുന്ന വെള്ളം വാങ്ങി കുടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹുവേ ഇവിടെ ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുന്നവർക്കും മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകാൻ സഹായിക്കുന്നവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇന്നലെ ഈ സദസ്സിൽ വന്ന ഒരു ഉമ്മ മുത്തഅല്ലിമീങ്ങളെ ഭക്ഷണത്തിലേക്കുള്ള പൈസ എന്നെ ഏൽപ്പിച്ചു. അവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. ആരും അറിയാതെ അവര് നൽകിയ ആ സ്വദഖ രാജാതിരാജനായ അല്ലാഹ് അവരുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കാൻ സബബാക്കണേ അല്ലാഹ്. അതുപോലെ ഒരു സഹോദരൻ കഴിഞ്ഞ വർഷം വലിയ സഹായം നൽകി. ഈ വർഷം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ വലിയ പ്രതിസന്ധിയിലാണുള്ളത്. ഞാൻ പറഞ്ഞു സാരയില്ല, നമുക്ക് പിന്നെ തന്നാ മതി, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. പക്ഷെ അയാൾക്ക് മനസ്സ് വെക്കുന്നില്ല. 2000 രൂപ ഇന്ന് രാവിലെ നോക്കുമ്പോൾ എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. അയാൾ പാവമാണ്. എന്നിട്ട് പോലും അല്ലാഹുവേ ആ സഹോദരന് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ആ പ്രയാസങ്ങളെല്ലാം നീക്കി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇന്നലെ ഒരു ചെറിയ പിഞ്ചോമന മകൻ മംഗലാപുരത്ത് ഹോസ്പിറ്റലിലാണ്. 2 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്യാൻ കഴിയാതെ മടക്കി അയച്ചു എന്ന്. ഇന്നലെ നമ്മൾ ഇവിടെ മർക്കസിലേക്ക് അയാൾ നേർച്ചയാക്കി 3313 AP ഉസ്താദിന വോയിസ് ഞാൻ മുഹമ്മദ് സഖാഫി മുഖേന അയച്ചു കൊടുത്തു. അൽഹംദുലില്ലാ. ഇന്നലെ വൈകുന്നേരത്തോടെ ആ സഹോദരൻ വിളിച്ചു, ഒരു പ്രയാസവുമില്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞു. അല്ലാഹുവേ ആ സഹോദരനും നമ്മുടെ ദർസിലേക്ക് എല്ലാ വർഷവും സഹായം നൽകുന്നവനാണ്. ഈ വർഷവും നൽകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, നിങ്ങൾ പ്രയാസത്തിലാണ്, വിഷമത്തിലാണ്. കാരണം വേറെ ആളെ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷെ അത്തരം ആളുകളാണ് പ്രിയമുള്ളവരെ വലിയ ആവേശത്തോടെ സഹായിക്കുന്നത്. നോട്ടുകെട്ടുകളുടെ മേൽ കിടന്നുറങ്ങുന്ന എത്രയോ ആളുകൾ
ആളുകളുണ്ട്. അവർക്കൊരു പക്ഷേ ഇല്ലാത്ത തൗഫീഖാണ്. ഒരു 40,000 രൂപ ശമ്പളം വാങ്ങുന്ന ആള് അതേ 20,000 രൂപ ഇങ്ങ് നാട്ടിലേക്ക് അയച്ചു, 10,000 രൂപ അവിടെ ചെലവിന് വെച്ചു. എന്നിട്ട് ബാക്കിയുള്ള 10,000 അതേ സദഖ കൊടുക്കാൻ നീക്കി വെക്കുന്ന പാവപ്പെട്ട എത്രയോ പ്രവാസികളുണ്ട്. അല്ലാഹ് അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കണേ റഹ്മാനേ. നമ്മുടെ ഉത്തരവാദിത്വം അവർക്കെല്ലാം ദുആ ചെയ്യലാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മുഅ്മിനീങ്ങളെ, ഇതാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖലീലുല്ലാഹ് എന്ന സ്ഥാനം കൊടുത്തത് എന്തുകൊണ്ടാണെന്നറിയോ? മത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഖലീലായി തെരഞ്ഞെടുത്തത് ഇല്ലാ ലി ഇത്ആമിഹി ത്വആം, ഒരു ഭക്ഷണം ഭക്ഷിപ്പിക്കുന്ന ആളായിരുന്നു. പിന്നെയോ മഹാനവറുകൾ സലാമിനെ വ്യാപിപ്പിക്കുന്ന ആളായിരുന്നു. അസ്സലാമു അലൈക്കും വഅലൈക്കുമുസ്സലാം. ഇത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് പരിചയം ഉള്ള ആളോടും പരിചയമില്ലാത്ത ആളോടും എല്ലാം നിങ്ങൾ സലാം പറയുക. മുഅ്മിനീങ്ങളോട് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, അന്ന റജുലൻ സഅല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ, ഏത് ഇസ്ലാമാണ് ഖൈർ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഖൈറായ ഒരു കാര്യം പഠിപ്പിച്ചതാ എന്നാണ് ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല തുത്ഇമുത് തആം, പിന്നെ അതന്നെ ഭക്ഷണം ഭക്ഷിപ്പിക്കലാണ് ഖൈറായ ഇസ്ലാം. അങ്ങനത്തെ ഹദീസ് തന്നെ നോക്കിയെടുത്ത് പിടിച്ചു കൊണ്ടുവന്നതായിരിക്കും മൗലിയാർ, നിങ്ങൾ ചിന്തിക്കണ്ട. തുത്ഇമുത് തആം, ഭക്ഷണം ഭക്ഷിപ്പിക്കലാണ് ഇസ്ലാം. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പരിപാടിയിലും ഭക്ഷണം കൊടുക്കണം അല്ലേ എന്തിങ്ങനെ പറയുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പ്രാവശ്യം ബദരീങ്ങളെ ആണ്ട് വിപുലമായി എല്ലാ വീടുകളിലും ഭക്ഷണം എത്തിച്ച് കൊടുക്കണം എന്നായിരുന്നു നേരത്തെ ആഗ്രഹിച്ചതും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞതും. അതിനുവേണ്ടി ആവശ്യമായ അരി ഇബ്രാഹിക്ക നൽകാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പള്ളിയിൽ യോഗം ചേർന്നപ്പോൾ നമുക്ക് ഭക്ഷണം വെക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല, ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് സൗകര്യമില്ല. പിന്നെ വലിയ ഭാരിച്ച ചെലവ്, മാംസത്തിനും മറ്റ് കാര്യത്തിനൊക്കെ 40,000 രൂപ വേണം. നമ്മൾ എത്രയോ ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തി അവരിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇനിയും ഒരുപാട് പൈസ നമുക്ക് പെരുന്നാൾ പണം വേണം, അതുപോലെ വരിസംഖ്യ വേണം, ദർസിലേക്ക് വേണം, ഇങ്ങനെയല്ല ഒരേ ആൾക്കാരോടാണല്ലോ ഇതെല്ലാം വാങ്ങുന്നത്. അപ്പൊ അത് മനുഷ്യന്മാർക്ക് ഒരു പ്രയാസമായി പോകും എന്നതുകൊണ്ട് അത് ചെറിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് തബറുക്കിന്റെ ഒരു ഭക്ഷണമാക്കി നമുക്കത് മാറ്റാം എന്ന് തീരുമാനിച്ചു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആരും വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് കടം ഉണ്ടാക്കിയിട്ട് ഒരു സംഗതിയും നടത്തേണ്ട ആവശ്യം ഇല്ലല്ലോ. അതിനേക്കാളും വലിയ ബേജാറാണല്ലോ അത്. ഇപ്പോൾ തന്നെ നമ്മളിപ്പോ 5-8 മാസമായി ഇവിടെ ക്യാൻറ്റീൻ നിർമ്മാണം നിലച്ചുപോയത് എന്തുകൊണ്ടാണ്? നമുക്ക് പൈസ തീർന്നുപോയി. 5 പൈസ ഇപ്പൊ കടം ഇല്ല. ഈ ബിൽഡിംഗ് നിർമ്മിക്കാൻ അതിന്റെ ആവശ്യമായ മറ്റ് എല്ലാ ചെലവുകൾക്കും ഏകദേശം നാം 21 ലക്ഷം രൂപ ഇവിടെ ചെലവഴിച്ചു. ഈ പുതിയ നിർമ്മിക്കുന്ന ബിൽഡിങ്ങിന്റെ മാത്രം അതിന്റെ എല്ലാ കാര്യങ്ങളും അടക്കം 21 ലക്ഷം രൂപ ചെലവഴിച്ചു. ആ 21 ലക്ഷം രൂപയും അൽഹംദുലില്ലാഹ് കടം ഇല്ല, ആളുകളിൽ നിന്ന് വാങ്ങി പൈസ ചെലവഴിച്ചു. ഇനി ഇത് പൂർത്തീകരിക്കാൻ 15 ലക്ഷം രൂപ കൂടി വേണം.
ആ 15 ലക്ഷം രൂപ നമുക്ക് കിട്ടിയാൽ നമ്മൾ ഉടനെ പൂർത്തീകരിക്കും. കടം വാങ്ങിയിട്ടുള്ള പരിപാടിക്ക് ഞാനില്ല എന്ന് ഞാൻ ആദ്യമേ പ്രഖ്യാപിച്ചതാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ ബിൽഡിങ്ങിന്റെ നിർമ്മാണത്തിലും നമുക്ക് വലിയ കടം വന്നിരുന്നു. അൽഹംദുലില്ലാഹ് ഒരു 3 വർഷം മുമ്പ് നമ്മൾ പള്ളിയിൽ ബദരീങ്ങളെ ആണ്ടിന്റെ അന്ന് ഇതിന്റെ ഒരു യോഗം ചേർന്നപ്പോൾ അന്ന് ഈ കടം കൊടുക്കാനുള്ള 3 വ്യക്തികൾ, ആ വ്യക്തികളുടെ പേര് ഞാനിപ്പോൾ ഇവിടെ പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാം. ആ 3 വ്യക്തികൾ, അതിൽ ഒരാൾക്ക് 6 ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളത്. 6 ലക്ഷം രൂപയും അവര് അള്ളാഹുവിന്റെ പൊരുത്തം കരുതി നമുക്ക് ഒഴിവാക്കി തന്നു എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി നൽകി എന്നർത്ഥം. അള്ളാഹു അവരുടെ മാതാപിതാക്കൾക്ക് സലാമത്ത് നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. മറ്റൊരു വ്യക്തി 1 ലക്ഷം രൂപ കൊടുക്കാനുള്ളത്. അപ്പോ അവരും അത് അള്ളാഹുവിന്റെ പൊരുത്തം കരുതി അത് ഒഴിവാക്കി തന്നു. മറ്റൊരു വ്യക്തി 24 ലക്ഷം രൂപ കൊടുക്കാനുള്ള ആളാണ്. എല്ലാവർക്കും അറിയാം, പേര് പറയണ്ട, എന്റെ പേര് എവിടെയും പറയണ്ടെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ പേര് പറയാൻ. അവര് മരിച്ചുപോയ പിതാവിന്റെ പേരിൽ അത് ഹദിയ ചെയ്തു. ഖിയാമത്ത് നാൾ വരെ ഇത് നിലനിർത്തിക്കൊണ്ടുപോകുമെന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകൾ, അവര് മരിക്കുന്നവരെ അവരിത് ദർസ് ഇവിടെ നിലനിർത്തുമെന്നും അവരടുത്ത തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കുമെന്നും ഉറപ്പു തന്നാൽ ഈ ലക്ഷക്കണക്കിന് രൂപ ഉപ്പാന്റെ പേരിൽ ഞാൻ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു. അല്ലാഹുവേ, ആ പിതാവ് എത്ര സന്തോഷത്തോടെ ആയിരിക്കും ഖബറിൽ കിടക്കുന്നത്. അല്ലാഹ് അവരുടെ ഖബർ നീ സ്വർഗ്ഗപൂങ്കാവനമാക്കണേ അല്ലാഹ്. അപ്പോൾ ആ കടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. നമ്മൾ എല്ലാവരും വിചാരിക്കും ഇങ്ങനെ ദുആക്കിജാബത്തുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഇവിടെ നടത്തുന്ന ഓരോ കാര്യങ്ങളും. കാരണം ഈ 36 ലക്ഷം രൂപ കടം ഉണ്ടായിട്ട് കടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തണേ എന്ന് നമ്മൾ അള്ളാഹിനോട് ദുആ, അള്ളാഹ് ഇജാബത്ത് തന്നില്ലേ. പിന്നെ ഇത് നിർമ്മിക്കാൻ വേണ്ടി കടം ഇല്ലാതെ പൂർത്തിയാക്കി തരണേ എന്ന് നമ്മൾ ദ്വാരുന്നു. ഒരൊറ്റ കുട്ടിയോടും കടം വാങ്ങാതെ 21 ലക്ഷം രൂപ നമ്മൾ ഇവിടെ ചെലവാക്കി. അൽഹംദുലില്ലാഹ്. ഇനി നമുക്ക് 15 ലക്ഷം രൂപ വേണം. അതിന് വേണ്ടി അൽഹംദുലില്ലാഹ് ചെറിയൊരു വാതിൽ ഇപ്പോൾ അള്ളാഹു തുറന്നു തന്നിരിക്കുന്നു. അള്ളാഹു തആല ഈ ബദരീങ്ങളെ ആണ്ടോടുകൂടി ആ വാതിൽ ഇപ്പൊ തുറന്നു വെച്ചൊരു വാതിലുണ്ട്. ആ വാതിലിലൂടെ പൈസ ഇങ്ങ് വരണം. ആ പൈസ ബദരീങ്ങൾ ആണ്ടിനേക്ക് ആ വാതിലിലൂട്ടേക്ക് വന്നാൽ ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിയുമ്പോഴേക്ക് ഹുസൈൻകാപ്പനോട് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ അടിയിലത്തെ ഭാഗമെങ്കിലും ഒന്ന് പെട്ടെന്ന് പൂർത്തിയാക്കി നമ്മളെ മുത്താലിമീങ്ങൾക്ക് ഇവിടെ ഭക്ഷണം കഴിക്കാൻ സൗകര്യപ്പെടുത്തണം. കാരണം ഇപ്പൊ നിങ്ങളൊക്കെ ആ ബാത്റൂമിന്റെ ആടുന്നൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അതെല്ലാം വലിയ പ്രയാസമാണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് നമുക്ക് മാറണം. അല്ലാഹു അതിന് എല്ലാ വഴികളും നമുക്ക് എളുപ്പാക്കി തരട്ടെ. ഇപ്പൊ തുറന്നൊരു വാതിൽ ഇങ്ങനെ തുറന്നിട്ടുണ്ട്. ആ വാതിൽ ബദരീങ്ങൾ ആണ്ടോടുകൂടി അതിലൂടെ പൈസ ഇങ്ങനെ വരണം. അള്ളാഹു എത്തിച്ചു തരട്ടെ. വേറൊരു വാതില് ഞാൻ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ നോമ്പിന്റെ ലാസ്റ്റേക്ക് പറയാന്നാ പറഞ്ഞത്. ആ വാതിലും കൂടി തുറന്നാല് അൽഹംദുലില്ലാഹ് നമ്മളെ കാര്യം റാഹത്താകും. മറ്റൊരു സഹോദരൻ പറഞ്ഞു, നിങ്ങൾ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് തുടങ്ങിയാല് ഇതിന്റെ പുറം ഭാഗം തേപ്പ് നടത്താനുള്ള മുഴുവൻ സംഖ്യയും ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 3 വാതിലും ഏകദേശം അങ്ങ് തുറന്നു പോയാൽ നമുക്ക് പുതിയ ഡോറ് തുറന്ന് ഉദ്ഘാടനം ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദുആർക്കാൻ വേണ്ടിയാണ്. ദുആർനാല് ഇജാബത്തുണ്ട്. നമ്മളെ ഏത് കാര്യം, നമ്മളെ ഇപ്പം ദർസിന്റെ കാര്യമല്ലേ, അതുകൊണ്ടായിരിക്കും. നമ്മളെ കാര്യമല്ലേ ഇങ്ങനെ നടക്കുമെന്ന് ഓരോരുത്തർ ചിന്തിക്കുന്ന. എല്ലാവരുടെ കാര്യം നടക്കും, എല്ലാവരുടെ കാര്യവും നടക്കും. നമ്മൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചാൽ, ഞാൻ അതാണ് എപ്പോഴും ചിന്തിക്കുന്ന കാര്യം. എന്താണ്? ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. മുഹ്സിനീങ്ങൾ അഥവാ നല്ലത് പ്രവർത്തിക്കുന്ന ആളുകൾ ആത്മാർത്ഥമായി വേറെ ഒരു ലക്ഷ്യവും ഇല്ലാതെ, ആൾക്കാർ എടുത്ത് പൊന്തിച്ചാലും എടുത്ത് താത്തിയാലും കുറ്റം പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അതിലേക്കൊന്നും നോക്കാതെ ദീനിന് വേണ്ടി നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ ലാ യുളീഉ, അല്ലാഹു വെറുതെയാക്കൂല, അല്ലാഹു നഷ്ടപ്പെടുത്തൂല. നമ്മളെ ഒരു കാര്യവും അല്ലാഹു വെറുതെയാക്കൂല. ഒരു സ്ഥലത്തും അല്ലാഹു നമ്മളെ വെറുതെയാക്കുകയില്ല. ഇത് നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ ദുആ ചെയ്യുന്നത് ഒരിക്കലും നിർത്തണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, ഞാൻ വിഷയത്തിലേക്ക് തന്നെ പോകാം. ഇസ്ലാമിൽ ഏറ്റവും നല്ല കാര്യം എന്താണ്? തുത്ഇമുത് തആം, ഭക്ഷണം ഭക്ഷിപ്പിക്കലാണ്. വതഖറഉസ് സലാമ അലാ മൻ അറഫ്ത വമൻ ലം തഅരിഫ്, നിനക്ക് അറിയാത്ത ആളുകളോടും നിനക്ക് അറിയുന്ന ആളുകളോടും എല്ലാം നീ സലാം പറയണം. മുഅ്മിനീങ്ങൾ പരസ്പരം കണ്ടാലുള്ള അഭിവാദ്യമാണ് അസ്സലാമു അലൈക്കും എന്ന് പറയൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ, നിങ്ങൾ എല്ലാവരും ഈമാനുള്ളവരാകുന്നത് വരെ നിങ്ങൾ സ്വർഗ്ഗത്തിൽ കടക്കൂല. വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ, നിങ്ങൾ ഒരിക്കലും മുഅ്മിനാകൂല പരസ്പരം സ്നേഹിക്കുന്നത് വരെ. അപ്പോൾ ഈ മഹല്ലത്തിലുള്ള ഓരോ ആളുകളും പരസ്പരം ഇഷ്ടപ്പെടണം. അത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ഇഷ്ടമാണ്. പൈസ തന്നതുകൊണ്ടുള്ള ഇഷ്ടം മാത്രമല്ല. ഇവിടെ ഇപ്പോൾ ദർസിലേക്ക് ചെലവ് നൽകാൻ കഴിയുന്നവര് തന്നു, എന്നാൽ തന്നവരോടും തരാത്തവരോടും എല്ലാം നമുക്ക് ഇഷ്ടമാണ്. എന്താണ് അതിന്റെ കാരണം? അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, ഇഷ്ടം അല്ലാഹുവിന്റെ മാർഗത്തിലാണ്, കോപവും ദേഷ്യവും അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടണം, എന്നാലേ മുഅ്മിനാകൂ. വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ, നിങ്ങളാരും മുഅ്മിനാവൂല പരസ്പരം ഇഷ്ടം വെക്കുന്നത് വരെ. അപ്പോൾ സ്വാഭാവികമായും സാമൂഹികമായി ജീവിക്കുന്ന നമ്മുടെ ഇടയിൽ ഒരു പക്ഷേ പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. ആ പ്രശ്നങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. ഒരു വീട്ടിൽ തന്നെ അന്യോന്യം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം. ഒരു നാട്ടിൽ തന്നെ അന്യോന്യം പ്രശ്നങ്ങളും ഉണ്ടാകാം. എന്നാൽ അതൊക്കെ സാന്ദർഭികമായി കടന്നു വരുന്ന പ്രശ്നങ്ങളാണ്. അതിനെ നീട്ടിക്കൊണ്ടുപോകാതെ എത്രയും വേഗം അത് കഴുകിക്കളയണം. പരസ്പരം സ്നേഹം പാലിക്കണം. വലാ തുഅ്മിനൂ ഹത്താ തഹബ്ബൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനാവൂല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ? അത് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹമുണ്ടാകും. എന്താണത്? അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള സലാമിനെ നിങ്ങൾ വ്യാപിപ്പിക്കുക. അപ്പോൾ ഏതൊരാളും പരസ്പരം കണ്ടാൽ സലാം പറയാം. സലാം പറയൽ സുന്നത്താണ്. അത് ആരോട് എന്നെല്ലാം നമുക്കറിയാമല്ലോ. സ്ത്രീകളോട് പുരുഷന്മാര് സലാം പറയൽ ഹറാമാണ്. സ്ത്രീകൾ പുരുഷന്മാരോടും സലാം പറയൽ ഹറാമാണ്. അത് വ്യക്തമായി ഫിഖ്ഹിന്റെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. വയഹ്റുമു സലാമു മുസ്തഹാത്തിൻ മുൻഫരിദത്തിൻ, ഒരൊറ്റക്കൊരു പെണ്ണ്, ഒരു സഹോദരി സലാം പറയൽ ഹറാമാണ്. വറദ്ദുഹാ, അവള് മടക്കലും ഹറാമാണ്. അലാ അജ്നബിയിൻ, ഒരു അന്യപുരുഷൻ. ആ അന്യപുരുഷനോട് അവള് സലാം പറയലും ഹറാമാണ്. ഇനി അയാള് വിവരമില്ലാത്ത ഒരാൾ വന്നിട്ട് വീട്ടുകാരി വന്നിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ വഅലൈക്കും സലാം എന്ന് പറയണ്ട, അത് ഹറാമാണ് എന്ന് പരിശുദ്ധമായ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. അതുപോലെ വയുക്റഹു സലാമുഹു, ഒരു പുരുഷന് ഇതുപോലെ ഒരു സ്ത്രീയോട് സലാം പറയൽ കറാഹത്താണ്. ആ സ്ത്രീയുടെ മേൽ സലാമിനെ മടക്കലും കറാഹത്താണ്. പ്രായമുള്ള സ്ത്രീകളാവുമ്പോ ഇതില് വിട്ടുവീഴ്ചയുണ്ട്.
എന്നാലും അത് ഒഴിവാക്കലാ നല്ലത്. അപ്പൊ ആരോട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. സ്ത്രീകൾക്കിടയിൽ തന്നെ സലാം പറയണം. ഇവിടെ കയറി വരുന്നാല് ഒരാൾ മറ്റൊരാളോട് സലാം പറയാൻ സുന്നത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വമഗ്ഫിറതുഹു. ചില ആൾക്കാർ അങ്ങ് നീണ്ടു പോകും, ട്രെയിനിന്റെ പോകി പോലെ. മഗ്ഫിറതുഹു വജന്നതുഹു നൽബർ, അങ്ങനെ പോകണ്ട. അസ്സലാമു അലൈക്കും എന്നാണ് ഏറ്റവും ചുരുങ്ങിയ രൂപം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അങ്ങനെയും, വറഹ്മത്തുള്ളാഹി വബറകാതുഹു അങ്ങനെയും, വമഗ്ഫിറതുഹു എന്ന് വരെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൽ അഫ്ളലാണ് എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മസല ഈ വിഷയത്തിലുണ്ട്. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല, വിശദമായി കടക്കുന്നില്ല. സലാം പറയൽ, ഇപ്പോ കുറെ സ്ത്രീകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അപ്പൊ ഒരു സംഘം സ്ത്രീകളോട് സലാം പറയുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഇപ്പൊ ക്ലാസ് കൊടുക്കുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിക്കല്ലോ എന്ന് പറഞ്ഞിട്ട് കുൽമാല് വേണ്ട, അത് എന്തില്ല, പ്രശ്നമില്ല. അപ്പൊ അത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് വാതിലടക്കുകയാണ്. ബന്ധങ്ങൾ, ആവശ്യമില്ലാത്ത ബന്ധങ്ങളുടെ വാതിലുകൾ ഇസ്ലാം അടച്ചു കളയും. അതുകൊണ്ടാണ് അങ്ങനെ ഓരോ ആളുകളോടും സലാം പറയുന്നത്. ആരോട് എന്ന് പ്രത്യേകമായി പറഞ്ഞത്? മുബത്തദീങ്ങൾ, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് തുടങ്ങിയ പുത്തൻവാദികളായി അറിയപ്പെട്ട അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരോട് നമ്മൾ പോയിട്ട് സലാം പറയാൻ പാടില്ല. അവർ സലാം പറഞ്ഞാൽ മടക്കാനും പാടില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ്? കാരണം അത് നമ്മൾ അതിലേക്ക് അങ്ങ് ആകർഷിച്ചു പോകും, അതിലേക്ക് പെട്ടുപോകും. അല്ലെങ്കിൽ അവരെ ആശയം നമ്മൾ സ്വീകരിച്ചു എന്ന് ആളുകൾ മനസ്സിലാക്കി പോകും. അതേ സമയം അതിൽ പെട്ടുപോയ ചില ആൾക്കാരുണ്ടാവും. തെറ്റിദ്ധരിച്ചിട്ട് മൗലവിമാരുടെ പ്രസംഗമെല്ലാം കേട്ടിട്ട് തെറ്റിദ്ധരിച്ചു പോയി പെട്ടുപോയ ആളുണ്ടാവും. അപ്പൊ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിൽ ചിലപ്പോൾ സലാം മടക്കി അവരെയും കൂടി സുന്നത്ത് ജമാഅത്തിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അത് പറ്റുമെന്നല്ലാതെ ഇങ്ങനെ ബിദ്അത്തിന്റെ അറിയപ്പെട്ട ആളുകളോട് സലാം പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ദേഷ്യം പിടിക്കും അത്തരം ആളുകളെ കൂടെ നമ്മൾ കൂടിയാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരാൾ ഒരു ആരുമില്ലാത്തൊരു വീട്ടിൽ എത്തി. ആരുമില്ലാത്തൊരു വീട്ടിലെത്തിയാല് അവിടെ ആരും ഉണ്ടോ ഇല്ലയോ ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ ഫുഖഹാ പറയുന്നു, എന്താണ് ചെയ്യേണ്ടത്? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് ഉറക്കനെ അങ്ങ് സലാം പറഞ്ഞാൽ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് പറയണം. അതുപോലെ ചെറിയ പ്രായം കുറഞ്ഞ ഒരാള് വലിയ ആളുകളോട് അങ്ങോട്ട് സലാം പറയലാണ് സുന്നത്ത്. അതുപോലെ നടന്നു പോകുന്ന ഒരാൾ നിൽക്കുന്ന ഒരാളോട് അങ്ങോട്ട് പറയലാണ് സുന്നത്ത്. വാഹനം കയറിയ ഒരാൾ, വാഹനത്തിൽ പോകുന്ന ആൾ, വാഹനത്തിൽ പോകാത്ത, വാഹനമില്ലാതെ പോകുന്ന ഒരാളോട് പറയലാണ് സുന്നത്ത്. അതുപോലെ കുറെ ആളുകളെ കാണുമ്പോ കുറച്ചാളുകൾ, ആ വലിയ ആളുകൾ ഇങ്ങോട്ട് പറയുന്നതിൽ നല്ലത് കുറച്ചാളുകൾ അങ്ങോട്ട് സലാം പറയലാണ് സുന്നത്ത്. ഇങ്ങനെ ഒരുപാട് സുന്നത്ത് സലാം പറയുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാള് ബാത്റൂമിലാണ്, ആ ബാത്റൂമിലുള്ള ആളോട് നമ്മൾ സലാം പറയരുത്. അതുപോലെ ഭക്ഷണം കഴിക്കാൻ ഒരാൾ, അയാളെ വായിൽ ഇങ്ങനെ ഭക്ഷണം ഉണ്ട്, വെള്ളമുണ്ട്, വെള്ളം കുടിക്കാൻ, ആ ആളോട് സലാം പറയൽ സുന്നത്തില്ല. ഇങ്ങനെ പല മസലയും ഈ വിഷയത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, ഈ സലാം പറയലിനെ വ്യാപിപ്പിക്കുക എന്നത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീൽ എന്ന സ്ഥാനം കൊടുത്തതെന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഓ മുഅ്മിനീങ്ങളെ, മൂന്നാമതായി അതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വഅദ് അവസാനിപ്പിക്കട്ടെ.
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഖലീലായി തെരഞ്ഞെടുത്തതിന്റെ മൂന്നാമത്തെ കാരണം എന്താണെന്നറിയോ? വസ്വലാത്തിഹി ബില്ലൈലി വന്നാസു നിയാം. അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആരും ഇല്ലാത്ത സമയത്ത് ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കെ അതാ മഹാനവറുകൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളായിരുന്നു. ജനങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ അതിന് വലിയ അവസരം ഉണ്ടല്ലോ മുഅ്മിനീങ്ങളെ. കാരണം നമ്മൾ ഏതായാലും അത്താഴത്തിന് എഴുന്നേൽക്കും. ആ സമയത്ത് കുറഞ്ഞ സമയം ഒരു 5 മിനിറ്റ് അല്ലേ ആ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടതുള്ളൂ. അത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയും പാത്രം കഴുകിയും ഭക്ഷണം കഴിച്ചും എല്ലാം കഴിയുമ്പോഴേക്ക് ബാങ്ക് കൊടുത്തുപോയി എന്ന് പറയല്ലേ. അതിൽ ഒരു 5-10 മിനിറ്റ് ബാക്കി വെച്ചുകൊണ്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണേ. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പുണ്യം കണക്കാക്കിയിട്ടുണ്ട്. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തഹജ്ജുദ് നിസ്കാരത്തിന് പറഞ്ഞ മഹത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരൊറ്റ ദിവസവും ഒഴിവാക്കാതെ അത് നമ്മൾ നിർവഹിക്കും. കാരണം ആരും കാണാത്ത സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം നമ്മളെ നിരീക്ഷിക്കുന്നു, വേറെ ആരും കാണുന്നില്ല. ആ സമയത്ത് 2 റക്അത്ത് അല്ലാഹുവിനെ നിസ്കരിക്കാം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞില്ലേ, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക് അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. ഓ മുഅ്മിനീങ്ങളെ, രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുക. അല്ലാഹുവിനുള്ള സുന്നത്തായ നിസ്കാരമാണത്. എന്നാൽ അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ, വലിയ സ്ഥാനം, മഖാമൻ മഹ്മൂദ് എന്ന വലിയ സ്ഥാനത്ത് അല്ലാഹു നിങ്ങളെ നിയോഗിച്ചേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന സ്ഥാനം എത്ര വലുതാണ്. അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്കും അതേ രൂപത്തിൽ വലിയ സ്ഥാനം അല്ലാഹു തആല കൊടുക്കുന്നു. അമ്പിയാക്കൾക്ക് കൊടുക്കുന്ന സ്ഥാനത്ത് എത്തൂല. പക്ഷേ ഇതിന് പേര് പറഞ്ഞത് മഖാമൻ മഹ്മൂദൻ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ബഹുമാനമല്ലേ. അതെ, അതിന്റെ പ്രത്യേകത മഹാന്മാര് പറഞ്ഞു. നമുക്ക് തഹജ്ജുദ് പതിവാക്കുന്ന ആളുകൾക്ക് മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യാനുള്ള സ്ഥാനം അല്ലാഹു കൊടുക്കുമെന്നാണ്. നാളെ ആഖിറത്തിൽ നമ്മൾ എത്തുമ്പോ അവിടെ പേടിയും ബേജാറും മാത്രമുള്ള ലോകമല്ലേ. അവിടെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ അല്ലാഹു തആല ശുപാർശകരായി പലരെയും വെച്ചിട്ടുണ്ട്. തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഭാഗ്യം, അവർക്ക് മറ്റുള്ളവർക്ക് ശഫാഅത്ത് നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ മഖാമൻ മഹ്മൂദിലാണല്ലോ ഉള്ളത്. നമ്മൾ ബാങ്കിന് ശേഷമുള്ള ദുആ ഇല്ലേ, ആ ദുആ എല്ലാവർക്കും സുന്നത്താണല്ലോ. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ. അല്ലാഹുവേ, രക്ഷിതാവായ റബ്ബേ,
ഈ പൂർണ്ണമായ വിളി, പള്ളിയിൽ നിന്ന് വിളിച്ച ഈ വിളി, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി വേറെ ആരുമില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഹയ്യ അലസ് സ്വലാഹ്, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ. ഹയ്യ അലൽ ഫലാഹ്, നിങ്ങൾ നിസ്കാരത്തിലേക്ക്, നിങ്ങൾ വിജയത്തിലേക്ക് വരൂ. സുബഹിക്കാണെങ്കിൽ അസ്സലാത്തു ഖൈറും മിനൻ നൗം, ജനങ്ങളെ ഉറക്കിനേക്കാൾ ഉത്തമമാണ് നിസ്കാരം, അല്ലാഹു വലിയവനാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെയുള്ള ബാങ്ക് എന്ന ദഅവത്ത്, ആ നിസ്കാരത്തിലേക്കുള്ള ക്ഷണം, ആ ക്ഷണത്തെ സംബന്ധിച്ച് നമ്മളെ പ്രതികരണം, ബാങ്ക് കേട്ട ആളെ പ്രതികരണം എന്താ? അല്ലാഹുമ്മ, അല്ലാഹുവേ, റബ്ബ ഹാദിഹി ദഅവ, ഈ കേട്ട ബാങ്ക് ഉണ്ടല്ലോ, ഈ ക്ഷണമുണ്ടല്ലോ, അതിന്റെ രക്ഷിതാവായ അല്ലാഹ്, പരിപൂർണമായ ആ ദഅവത്തിന്റെ രക്ഷിതാവായ അല്ലാഹ്. വസ്സലാത്തിൽ ഖായിമ, ആ ബാങ്കിന് ശേഷം തുടങ്ങാൻ പോകുന്ന, നിലനിർത്താൻ പോകുന്ന ആ നിസ്കാരത്തിന്റെയും രക്ഷിതാവായ റബ്ബേ. ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വദ്ദറജതർ റഫീഅ, അല്ലാഹുവിന്റെ ഹബീബായ ഞങ്ങളുടെ നേതാവായ മുത്തുനബിക്ക് വസീലത്തിന്റെ സ്ഥാനം കൊടുക്കണേ അല്ലാഹ്, ഫളീലത്തിന്റെ സ്ഥാനം കൊടുക്കണേ അല്ലാഹ്, ദറജത്തുർ റഫീഅ നൽകണേ, ഉന്നതമായ പദവി നൽകണേ അല്ലാഹ്. വബഅത്ഹു മഖാമൻ മഹ്മൂദനില്ലദീ വഅദ്ത, നീ മുത്തുനബിക്ക് വാഗ്ദാനം ചെയ്ത മഖാമുൻ മഹ്മൂദ് എന്ന സ്ഥാനത്ത് നീ മുത്തുനബിയെ നിയോഗിക്കണേ അല്ലാഹ്. ഇതാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. വർസുഖ്നാ ശഫാഅതഹു യൗമൽ ഖിയാമ, ആ മഖാമും മഹ്മൂദിന് സ്ഥാനത്തുള്ള നബി ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യും, അത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്, നീ ഒരിക്കലും പറഞ്ഞ കാര്യം ലംഘിക്കൂലാലോ, വാഗ്ദാനം ചെയ്തത് ലംഘിക്കുന്നവനല്ലല്ലോ അല്ലാഹ്. ഇതാണ് ബാങ്കിന് ശേഷമുള്ള നമ്മുടെ ദുആ. ഇത് നിർവഹിക്കാൻ നമുക്ക് നേരം വേണം, ഓർമ്മ വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബാങ്കിന് ജവാബ് കൃത്യമായി പറയലും, ബാങ്കിന്റെ ശേഷമുള്ള ദുആ നടത്തലും, ബാങ്കിന്റെ ദുആ കഴിഞ്ഞാൽ ഒരു ആയത്തുൽ കുർസി ഓതലും, ഇതെല്ലാം ഈമാൻ കിട്ടി മരിക്കാൻ കാരണമാകുമെന്ന് മഹാന്മാരായ സൂഫിയാക്കൾ പറഞ്ഞു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ ദുആയിൽ നമ്മൾ പറയുന്ന സ്ഥാനമാണ് മഖാമുൻ മഹ്മൂദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന സ്ഥാനം. ആ സ്ഥാനം എന്തിന്റെ സ്ഥാനമാണ്? മഹാന്മാര് വിശദീകരിച്ചു, അന്നഹു മഖാമുശ് ശഫാഅത്തി, അതാണ് ശഫാഅത്തിന് അധികാരമുള്ള സ്ഥാനം. ആ സ്ഥാനത്തേക്ക് നമ്മളെ അല്ലാഹ് നിയോഗിക്കുമെന്ന് ഞാൻ പറഞ്ഞു വന്ന നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും പറഞ്ഞു എന്തിനറിയോ? ആ സ്ഥാനത്തേക്ക് നമ്മളെ അല്ലാഹു നിയോഗിക്കും. നമ്മൾ എന്ത് നിർവഹിച്ചാൽ? തഹജ്ജുദ് നിസ്കരിച്ചാൽ. അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ, ഇതിൽ ഒന്നാമത്തെ സംബോധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തന്നെയാണ്. അവിടുന്ന് തന്നെ പറഞ്ഞു, മഖാമുൻ മഹ്മൂദ് എന്ന് പറഞ്ഞാൽ വൽ മഖാമുല്ലദീ അശ്ഫഉ ഫീഹി ലി ഉമ്മത്തി, ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന സ്ഥാനമാണ്. ആ സ്ഥാനത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന നമ്മളെയും അല്ലാഹു കൊണ്ടുപോകുന്നു. നമുക്കും വേണ്ടപ്പെട്ടവർക്ക് ശുപാർശ ചെയ്യാം. അങ്ങനെ ഒരു സ്ഥാനം കിട്ടണോ? എന്നാൽ തഹജ്ജുദ് നിസ്കാരം പതിവാക്കണേ. രാത്രിയിൽ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത്. ചുരുങ്ങിയത് ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം. ഇനി ഒരാൾ ഉറങ്ങുന്നതിന്റെ മുമ്പ് വിത്ർ നിസ്കരിച്ചിട്ടില്ല, ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് വിത്ർ നിസ്കരിക്കുന്നതെങ്കിൽ ആ നിസ്കാരം തന്നെ തഹജ്ജുദായി മാറും. ആ നിസ്കാരം തഹജ്ജുദായി മാറും. തഹജ്ജുദ് നിസ്കരിച്ച കൂലി കിട്ടും. തഹജ്ജുദിന്റെ 2 റക്അത്ത് എന്ന് പ്രത്യേകം നിയത്ത് വെച്ചിട്ടില്ലെങ്കിലും തഹജ്ജുദ് നിസ്കാരം
നിസ്കാരത്തിന്റെ കൂലി അല്ലാഹു തആല തരും. വിത്ർ നിസ്കാരം അതാ ഉറങ്ങി എഴുന്നേറ്റിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ ആ വിത്റിന്റെ നിയ്യത്ത് കൊണ്ട് തന്നെ തഹജ്ജുദിന്റെയും കൂലി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു. ഒരുപാട് മഹത്വങ്ങൾ ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, റഹിമല്ലാഹു റജുലൻ ഖാമ മിനൽ ലൈലി ഫസല്ലാ വഅയ്ഖല ഇംറഅതഹു. ഒരാൾക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ. അയാൾ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. അയാളെ ഭാര്യയെ വിളിച്ചുണർത്തുകയാണ്. ഭാര്യ ഉണർന്നിട്ടില്ല എങ്കിൽ ഭാര്യയുടെ മുഖത്ത് വെള്ളം കൊടിയുകയാണ്. എന്നിട്ട് ഭാര്യയെ എഴുന്നേൽപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇതുപോലെ റഹിമല്ലാഹു ഇംറഅതൻ, ഒരു പെണ്ണിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഖാമത്ത് മിനൽ ലൈലി ഫസല്ലത്ത്, രാത്രിയിൽ അവൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ് തഹജ്ജുദ്. വഅയ്ഖലത് സൗജഹാ, അവളുടെ ഭർത്താവിനെയും അവൾ എഴുന്നേൽപ്പിക്കുകയാണ്. ഫസല്ലാ, എന്നിട്ട് അയാളും തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. ആ ഭർത്താവ് എഴുന്നേൽക്കാൻ വിസമ്മതിക്കുമ്പോ അല്പം വെള്ളം കുടഞ്ഞിട്ട് ആ ഭർത്താവിനെ എഴുന്നേൽപ്പിക്കുകയാണ്, തഹജ്ജുദ് നിസ്കരിപ്പിക്കുകയാണ്. ഇവർക്ക്, ഇത്തരം ഭാര്യ ഭർത്താക്കന്മാർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടഞ്ഞതേ ഓർമ്മയുണ്ടാവും അല്ലേ? വെള്ളം കുടഞ്ഞതേ ഓർമ്മ, പിന്നെ ഒന്നും ഓർമ്മയില്ല, വെള്ളം കുടഞ്ഞതേ ഓർമ്മയുള്ളൂ. അങ്ങനത്തെ ഭാര്യ ഭർത്താക്കന്മാരാകാൻ പാടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഭാര്യയായിരിക്കണം, ഭർത്താവും അങ്ങനെയായിരിക്കണം. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, الخبيثات للخبيثين والخبيثون للخبيثات والطيبات للطيبين والطيبون للطيبات كما قال عز وجل. حافظ الله. മോശപ്പെട്ട ആണുങ്ങൾ മോശപ്പെട്ട പെണ്ണുങ്ങൾക്കുള്ളതാണ്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ മതിയല്ലോ. ഖുർആൻ 2 പ്രാവശ്യം. വൽ ഖബീസാത്തു, മോശപ്പെട്ട പെണ്ണുങ്ങൾ, ലിൽ ഖബീസീൻ, മോശപ്പെട്ട ആണുങ്ങൾക്കുള്ളതാണ്. പറഞ്ഞാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയല്ലോ. വീണ്ടും ഖുർആൻ പറയാണ്, വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്, മോശപ്പെട്ട ആണുങ്ങൾ മോശപ്പെട്ട പെണ്ണുങ്ങൾക്കുള്ളതാണ്. വത്തയ്യിബൂന ലിത്തയ്യിബാത്ത്, നല്ല ആണുങ്ങൾ നല്ല പെണ്ണുങ്ങൾക്കുള്ളതാണ്. വീണ്ടും അല്ലാഹു തആല പറഞ്ഞു, നല്ല പെണ്ണുങ്ങന്മാര് നല്ല ആണുങ്ങൾക്കും ഉള്ളതാണ്. ആ രൂപത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും മാറ്റിത്തരട്ടെ. അപ്പോ ഒരേ വിഷയം തന്നെ 2 പ്രാവശ്യം ആവർത്തിച്ച് പറയണമെങ്കിൽ അതിന്റെ മഹത്വത്തിലായിരിക്കും. അപ്പോൾ ഒരാൾക്ക് ലഭിച്ച ഭർത്താവ് എന്തോ ഒരു കാരണവശാൽ സ്വഭാവം മോശമായി പോയാൽ ഭാര്യയുടെ ഉത്തരവാദിത്തം എന്താണ്? ആ ഭർത്താവിനെയും കൂടി നന്നാക്കി എടുക്കുക. ആ ഭർത്താവിനെയും കൂടി നന്നാക്കി. അങ്ങനത്തെ എത്ര പെണ്ണുങ്ങന്മാരുണ്ടെന്ന് അറിയൂ. ഭർത്താവ് അത്ര ശുദ്ധനായ ആളൊന്നും അല്ലായിരുന്നു, പക്ഷേ ഇവള് അധ്വാനിച്ച് പരിശ്രമിച്ച് ആളെ അങ്ങ് മാറ്റിയെടുത്തു. സ്വർഗം ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ നേരെ തിരിച്ചുകൊണ്ട് ഭാര്യയുടെ സ്വഭാവം അത്ര നല്ലതല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഭാര്യയെ നന്നാക്കിയെടുത്ത് ആ ഭാര്യയെ ഉന്നതമായ ഒരു ആത്മീയമായ അവസ്ഥയിലേക്ക് എത്തിച്ച ഭർത്താക്കന്മാരുമുണ്ട്. അത് വലിയൊരു വിഷയമാണ്. മഹാന്മാര് വിശദമായി പറഞ്ഞ കാര്യമാണ്. ഞാനിപ്പോൾ അതിലേക്ക് കടന്നാൽ നമ്മൾ തീരൂല. സമയം 12:10 പോയി. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ചെയ്യുന്ന ഇബാദത്തിൽ കുടുംബം എല്ലാവരെയും അതിൽ പെടുത്തണം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞതാ, നിങ്ങളെ ഭാര്യമാരെ എല്ലാം വിളിച്ചുണർത്തിയിട്ട് അവരോട് കൽപ്പിക്കുക, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതെല്ലാം നിർവഹിച്ചു. ആ സ്വഭാവം പകർത്തുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തതാരാണ്? ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതേ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വഅദ് അവസാനിപ്പിക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ രാത്രിയിൽ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്, നല്ല നിസ്കാരമാണ്, പൂർണ്ണമായ വുളു എടുത്ത് നല്ല നിസ്കാരമാണ്, ആരെയും കാണിക്കാനല്ല, ആത്മാർത്ഥമായി ഇഖ്ലാസോടെ തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. അക്റമഹുല്ലാഹു തആല, അല്ലാഹു തആല അയാളെ ബഹുമാനിച്ചിരിക്കുന്നു. അല്ലാഹു തആല അയാളെ ബഹുമാനിച്ചത് 9 കാര്യങ്ങൾ കൊണ്ടാണ് ബഹുമാനിച്ചത്. ആ 9 കാര്യങ്ങൾ, 5 കാര്യങ്ങൾ ദുനിയാവിൽ വെച്ച് തന്നെ, ആ ദുനിയാവിൽ 5 കാര്യങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് കിട്ടുമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. യഹ്ഫളുഹുല്ലാഹു മിനൽ ആഫാത്ത്, എല്ലാ ആപത്തുകളിൽ നിന്നും അല്ലാഹു തആല അവർക്ക് കാവൽ നൽകും. അല്ലാഹു തആല എല്ലാ ആപത്തുകളിൽ നിന്നും കാവൽ നൽകും. നമ്മളെല്ലാവരും പ്രത്യക്ഷമായി കാണുകയല്ലേ ഇപ്പോ. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ശൈഖുന എ.പി. ഉസ്താദ് അബുദാബിയിൽ പോയിട്ട് ഇറങ്ങുന്നു നോമ്പിന്, എന്നിട്ട് ദുബൈയിലേക്ക് വരുന്നു, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഓരോരുത്തർ റൂമിൽ പോകുന്നു, മർക്കസിന് വേണ്ടി പിരിവെടുക്കുന്നു. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. ഉസ്താദ് ഗൾഫിലാണ് ഇപ്പോൾ ഉള്ളത്. ഏത് അവസ്ഥയിൽ നിന്നാണ് ഉസ്താദ് എഴുന്നേറ്റ് വന്നത്? സുബ്ഹാനല്ലാഹ്. അവസാനിച്ചു പോയി എന്നെല്ലാവരും പേടിച്ചു പോയ എത്രയോ സന്ദർഭങ്ങൾ അല്ലാഹു തആല ഒരു പുനർജീവിതം പോലെ ആഫിയത്തും ആരോഗ്യവും കൊടുത്തു. അല്ലാഹുവേ, ഇനിയും എത്രയോ കാലം അവർക്ക് ശൈഖുനാക്ക് നീ ആഫിയത്തോടെ ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഇതിന്റെ ഒരു ഉദാഹരണം, യഹ്ഫളുഹുല്ലാഹു മിനൽ ആഫാത്ത്, ഈ വന്ന ആപത്തിൽ നിന്ന് അല്ലാഹു സംരക്ഷണം നൽകി. ഉസ്താദ് തഹജ്ജുദ് നിസ്കരിക്കാത്ത ഒരൊറ്റ ദിവസം ഉണ്ടാവില്ല അല്ലേ? നമ്മൾ മർക്കസിൽ പഠിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അർദ്ധരാത്രി ക്ലാസ്സിൽ ഉറങ്ങിപ്പോയ ഒരു തങ്ങള്, നമ്മളെ ക്ലാസ്സിലുള്ള ഒരു തങ്ങളാ, ക്ലാസ്സിൽ ഉറങ്ങിപ്പോയി. നമ്മളെല്ലാം അങ്ങനെ ക്ലാസ്സിൽ ഉറങ്ങിപ്പോക്കുണ്ട്. പിന്നെ പൊൽച്ചക്ക് എഴുന്നേറ്റിട്ട് റൂമിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോ 2 മണി 3 മണിയായിട്ടുണ്ട് സമയം. ആ സമയത്ത് വരാന്തയിലൂടെ ഒരാളിങ്ങനെ നടക്കുകയാണ്. ലുങ്കി മുണ്ടും ബനിയനും ഒരു ഷാളും ഇങ്ങനെ പൊതിച്ചിട്ട് തസ്ബീഹ് മാലയെടുത്ത് ദിക്റും ചൊല്ലിയിട്ട് എല്ലാ ഉസ്താദുമാരും മുത്തല്ലിമീങ്ങളും ഉറങ്ങുമ്പോൾ ഒരാൾ ഉറങ്ങാതെ ഇങ്ങനെ നടക്കാണ്. ആരാണ്? സാക്ഷാൽ സുൽത്താനുൽ ഉലമാ ഉസ്താദ് ഇങ്ങനെ നടക്കാണ്. ഈ തങ്ങളെ കണ്ടപ്പോ ഇത് തങ്ങളാണോ അല്ലെ വെറും മൗലിയാറാണോ എന്നൊന്നും ഉസ്താദിന് അറിയൂലല്ലോ. ഇരുട്ടത്ത് പൊൽച്ചക്കാണുള്ളത്. ഉസ്താദുമായിട്ട് നേരിട്ട് അടുത്ത ഇടപഴകിയ ബന്ധം ഈ തങ്ങൾക്കില്ല. ഈ തങ്ങളാണെങ്കിൽ കുറെ ദിവസമായിട്ട് വലിയ ടെൻഷനിലാണ് ഉള്ളത്. എന്താ ടെൻഷന്? പെങ്ങളെ കല്യാണം ഉണ്ട്, വീട് പണി പൂർത്തിയായിട്ടില്ല, അങ്ങനെ പല പ്രയാസങ്ങളായിട്ട് പഠിപ്പ് നിർത്തിയിട്ട് ഗൾഫ് പോയാലോ എന്നെല്ലാം ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുന്ന സമയാണ്. സുബ്ഹാനല്ലാഹ്, ആ തങ്ങളെ കണ്ടപ്പോൾ ഉസ്താദ് പൊടുന്നനവേ പറയാണ്, തങ്ങളെ നിങ്ങളെ പെങ്ങളെ കാര്യവും പൊരേന്റെ കാര്യമൊന്നും ഓർമ്മിച്ച് നിങ്ങള് വിഷമിക്കൊന്നും വേണ്ട, അതെല്ലാം അങ്ങ് റെഡിയായി പോകും, നിങ്ങൾ നന്നായിട്ട് പഠിച്ചോ. ഇവർ ആകെ അത്ഭുതപ്പെട്ടു. ഈ പെങ്ങളെ കാര്യം ഉസ്താദിനോട് ഇവർ പറഞ്ഞിട്ടില്ല,
കല്യാണത്തിന്റെ കാര്യവും പറഞ്ഞിട്ടില്ല, വീടിന്റെ കാര്യം ഒരു കാര്യവും ഉസ്താദിനോട് പറഞ്ഞിട്ടില്ല. തങ്ങളാന്ന് പോലും എന്തായില്ല, പറഞ്ഞിട്ടില്ല. ഈ പുലർച്ചെ ഇരുട്ടത്ത് ആ തങ്ങളെ കണ്ട് ഉസ്താദിനത് മനസ്സിലായി. ഇത് എന്റെ കൂടെ പഠിച്ച ഒരു തങ്ങളെ അനുഭവമാണ്. സുബ്ഹാന ജല്ല ജലാലു. ഇയാള് റൂമിൽ വന്നിട്ട് ഇങ്ങനെ കുത്തിരിഞ്ഞ് പിന്നെ നേരം വെളുക്കുന്നവരെ ഉറങ്ങിയിട്ടില്ല. കാരണം എന്താ, ഇത് എനിക്ക് ഉറക്കത്ത് സ്വപ്നമാണോ അല്ലെങ്കിൽ ശരിയാണോ അയാൾക്ക് ഉറപ്പ് കിട്ടുന്നില്ല. അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്നവരെ ഉറങ്ങാണ്ടിരുന്നു. കാരണം ഇത് തിരിയണല്ലോ, സ്വപ്നമാണോ അല്ലെ ഉറക്കാണോ എന്ന് തിരിയാൻ വേണ്ടി ബാങ്ക് കൊടുക്കുന്നവരെ ഉറങ്ങാതിരുന്ന് രാവിലെ നമ്മളോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് രാത്രിയിൽ. അപ്പൊ ഉസ്താദ് ആരാണ്? നമ്മളൊക്കെ വേഗം ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കുന്ന പ്രസംഗിക്കുന്ന ഒരു രാഷ്ട്രീയക്കാർ നേതാവിനെ പോലെ കാണുന്ന പോലെയാണോ? സുൽത്താനുൽ ഉലമ വലിയും മിൻ ഔലിയാ ഇല്ലാ. ഈ കാലം കണ്ട ഏറ്റവും വലിയ വലിയാണ്. എന്നോട് ഒരാൾ ഫോണില്, ഒരു ഉസ്താദ് എന്നോട് ചോദിക്കാണ്, നമുക്ക് ഇന്ന് സമീപിക്കാൻ പറ്റിയ ഒരു മഹാന് നിങ്ങളെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഞാന് അയാൾക്കൊന്നും മറുപടിയും കൊടുത്തിട്ടില്ല. കാരണം എന്താ, അയാൾക്കറിയാം, വ്യക്തമായിട്ടറിയാം അയാൾ AP ഉസ്താദിന്റെ ശിഷ്യനാ. പിന്നെ വേറെ ആളെ തേടിപ്പോണ്ട കാര്യമുണ്ടോ? വേറെ ഒരാളെയും നമ്മൾ തേടിപ്പോകണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാലത്ത് നമുക്ക് കനിഞ്ഞു നൽകിയ മുജദ്ദിദാണ് സുൽത്താനുൽ ഉലമ ശൈഖുനാ ഉസ്താദ് അവറുകൾ. അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ബഹുമാനികളെ, ഞാനിത് പറഞ്ഞത് നമ്മുടെ അനുഭവങ്ങളാണ്. ഒരുപക്ഷെ ഇത് പറയുമ്പോൾ വിവാദം ഉണ്ടാകാം. എന്നായാലും നമ്മളെ അനുഭവങ്ങൾ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. അൽഹംദുലില്ലാഹ്, ആ സയ്യിദ് ഇന്ന് നേരത്തെ അവര് ടെൻഷനായി നടന്നത്, അവരെല്ലാവരും കൂടി താമസിക്കുന്ന, ഉപ്പയും ഉമ്മയും എല്ലാം കൂടി താമസിക്കുന്ന വീട് പണി പൂർത്തിയാകാത്തത് കൊണ്ടായിരുന്നു. എന്നാൽ ആ വീടും പണി പൂർത്തിയായി. അയാൾക്ക് എല്ലാ പെങ്ങന്മാരെയും കെട്ടിച്ചയച്ചു. അവർക്കും അള്ളാഹു സ്വന്തം വീട് വേറെ തന്നെ അള്ളാഹു തആല കൊടുത്തു. അതും പൂർത്തിയായി. അതിലും താമസിച്ച് നല്ല റാഹത്തായി ഇപ്പൊ ജീവിക്കുകയാണ്. ഇതാണ് സുൽത്താനുൽ ഉലമ. എത്ര സയ്യിദന്മാർക്കാണ് മഹാനവറുകൾ വീട് വെച്ചു കൊടുത്തത്. മദനീയം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്ന ആ സയ്യിദന്മാർക്കുള്ള വീട്, 100 വീടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. 100 തങ്ങന്മാർ ഇപ്പം പാർക്കുന്ന 100 തങ്ങന്മാരും കൈ ഉയർത്തി ദുആർക്കൂലേ AP ഉസ്താദിന് വേണ്ടിയും അതുപോലെ തന്നെ മദനീയം ഉസ്താദിന് വേണ്ടിയും ഒക്കെ. ആ 100 തങ്ങന്മാർ അവിടുന്ന് തഹജ്ജുദ് നിസ്കരിച്ച് ദുആ ചെയ്യൂലേ? രക്ഷപ്പെടാൻ ഇതിലും വലിയ വേറെന്തെങ്കിലും ആണോ? 313 വീട് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അതെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയമുള്ളവരെ, നമുക്ക് അല്ലാഹു തആല നൽകും. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ആത്മാർത്ഥമായി ഇറങ്ങിയ തഹജ്ജുദ് നിസ്കരിച്ചാൽ ദുനിയാവിൽ അല്ലാഹു കൊടുക്കുന്ന മഹത്വമാണ് ഞാൻ പറഞ്ഞത്. യഹ്ഫളുഹു, അല്ലാഹു തആല സംരക്ഷണം നൽകും. മിനൽ ആഫാത്ത്, എല്ലാ ആപത്തുകളിൽ നിന്നും അല്ലാഹു സംരക്ഷണം നൽകും. എന്നിട്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, വയദ്ഹറു അസറു ഫീ വജ്ഹിഹി, തഹജ്ജുദ് നിസ്കരിക്കുന്നവന്റെ മുഖത്ത് അല്ലാഹുവിനെ വഴിപ്പെടുന്നതിന്റെ ഒരു അടയാളം പ്രകടമാകും. അതേ, അവന് അല്ലാഹു തആല കൊടുക്കുന്ന മഹത്വമാണ്. മാത്രമല്ല, വയുഹിബ്ബുഹു ഖുലൂബു ഇബാദിഹി സ്വാലിഹീന വന്നാസി അജ്മഈൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെയും ജനങ്ങളുടെയും ഹൃദയം അയാളെ ഇഷ്ടപ്പെടും. അയാളെ ഇഷ്ടപ്പെടും അല്ലേ? അയാളെ എല്ലാവരും ഇഷ്ടം വെക്കും. മാത്രമല്ല, വയന്തിഖു ലിസാനുഹു ബിൽ ഹിക്മതി, ഓർ സംസാരിക്കുന്നല്ല ഹിക്മത്തായിരിക്കും. ഹിക്മത്താണ് ഓർ സംസാരിക്കുക. അല്ലാഹു അതിന് വിശദീകരണം പറഞ്ഞു, യർസുഖുൽ ഫിഖ്ഹ, ഫിഖ്ഹ് പാണ്ഡിത്യം അല്ലാഹു തആല കൊടുക്കും. ഇതാണ് ദുനിയാവിൽ കൊടുക്കുന്നത്. ഇനിയോ നാളെ പരലോക ജീവിതത്തിലേക്ക് കടന്നാൽ 4 കാര്യങ്ങൾ അല്ലാഹു തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുകയാണ്. അതേ, ഒന്നാമത്തെ കാര്യം എന്താണ്? യുഹ്ശറു മിനൽ ഖബ്രി അബിയൽ വജ്ഹി, ഖബറിൽ നിന്ന് അതാ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് മുഖം വെളുത്തവരായിട്ടാണ്. അതുപോലെ ഹിസാബ് എളുപ്പമാക്കപ്പെടുന്ന രൂപത്തിലാണ്. അതുപോലെ സിറാത്ത് പാലം വിട്ട് കിടക്കുന്നത് കൽബർഖിൽ ഖാതിഫി, മിന്നൽ വേഗതയിലാണ്. അതേ, വയുഅതാ കിതാബുഹു ബിയമീനിഹി,
കയ്യിൽ നൽകപ്പെടുന്ന കിതാബ് വലതുകൈയിലാണ് നൽകപ്പെടുന്നത്. ഇങ്ങനെ നാളെ പരലോകത്തും വലിയ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നു. അല്ലാഹു നമുക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുത്തതുകൊണ്ട് അത് പതിവാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റമദാനിലും അല്ലാത്തപ്പോഴും തഹജ്ജുദ് നിസ്കാരം അതൊരു 2 റക്അത്തെങ്കിലും ബാങ്കിന് മുമ്പ് എഴുന്നേറ്റ് നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ദിക്ർ ചൊല്ലി വേഗം ദുആഇർന്ന് പിരിയാം ഇൻഷാ അല്ലാഹ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. فاعلم أنه لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله محمد رسول الله وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه
وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ അല്ലാഹ്, ഞങ്ങൾ ഓതിയ പരിശുദ്ധ ഖുർആനിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാർ, തഹ്ലീൽ, സ്വലാത്ത് അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഇതാ 10 ദിവസമായി ഈ വേദിയിൽ വെച്ച് അല്ലാഹുവേ പരിശുദ്ധ ഖുർആനിലുള്ളതും ഹദീസിലുള്ളതും മഹാന്മാരുടെ കിതാബുകളിലുള്ളതുമായ കാര്യങ്ങൾ പറഞ്ഞ് ഉറുദി പറഞ്ഞു വഅദ് പറഞ്ഞു അല്ലാഹ് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഇവിടെ എത്രയോ ഉമ്മമാര് വളരെ ചൂടും പ്രയാസവും സഹിച്ചും നടന്നും ഇവിടെ വന്നിരുന്ന് ഈ ദിവസങ്ങൾ എത്രയും പങ്കെടുത്തു. അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതെല്ലാം ചുരുട്ടിക്കൂട്ടി ഞങ്ങളെ മുഖത്തേക്ക് എറിയപ്പെടുന്ന അമലായി തള്ളപ്പെട്ടു പോകുന്നതിന് ഞങ്ങൾ ഭയപ്പെടുകയാണ്. യാ അല്ലാഹ്, നിന്റെ ഔദാര്യമായി ഈ മഹത്തായ പരിപാടി ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പരിശുദ്ധ റമളാൻ വന്നു, റമളാൻ കഴിഞ്ഞു പോയി, മഗ്ഫിറത്ത് കിട്ടിയില്ല എങ്കിൽ പരാജയപ്പെട്ടു പോയവരാണെന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. ആ കൂട്ടത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചൊരിയണേ അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, നരകമോചനം നൽകണേ അല്ലാഹ്. അല്ലാഹ്, ഈ മഹത്തായ സദസ്സിൽ വന്ന് ചേർന്ന പലരും പല മുറാദുകളും ഉള്ളവരാണ്. എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. ആര് എന്ത് ഖൽബിൽ കരുതിയിട്ടാണോ ആമീൻ പറയുന്നത്, യാ അല്ലാഹ്, എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്.
ഞങ്ങളിൽ നിന്ന് എത്രയോ തെറ്റുകുറ്റങ്ങൾ വന്നുപോയി. യാ അല്ലാ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ സർവ്വ തെറ്റുകളും നീ പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, മുതഅല്ലിമീങ്ങൾ, യാ അല്ലാ, ഞങ്ങളെ ദർസിനു വേണ്ടി സഹായം നൽകിയവർ, ഭക്ഷണം നൽകിയവർ, അല്ലാഹുവേ, എല്ലാവരുടെയും എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മായ്ച്ചു കളയണേ അല്ലാ. അല്ലാഹുവേ, തൗബ ചെയ്ത് ഞങ്ങൾ മടങ്ങി ഇനി ആ തെറ്റിലേക്ക് ഞങ്ങൾ പോകില്ല എന്ന് അസ്മ ചെയ്തു. നീ ഞങ്ങളെല്ലാം ജീവിതം നീ നിന്റെ ത്വഅത്തിലാക്കണേ അല്ലാ. നിന്റെ പരീക്ഷണമായി ഞങ്ങൾക്ക് നീ രോഗങ്ങൾ നൽകല്ല അല്ലാ. മാരകരമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. മാരക രോഗം ബാധിച്ച് പ്രയാസത്തിലുള്ളവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്കാർക്കും നീ ക്യാൻസർ നൽകല്ല അല്ലാ. കിഡ്നി രോഗം നൽകല്ല അല്ലാ. അറ്റാക്ക് നൽകല്ല അല്ലാ. ട്യൂമർ നൽകല്ല അല്ലാ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, സ്ട്രോക്ക്, അല്ലാ, താങ്ങാൻ കഴിയാത്തൊരു രോഗങ്ങളും നൽകി ഞങ്ങളാരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എത്രയോ കാര്യങ്ങളിൽ സഹായങ്ങൾ നൽകിയ പലരും രോഗികളായിട്ടുണ്ട്. അവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. സൂപ്പി ഹാജിയും മമ്മൂക്കയും അതുപോലെ മറ്റ് രോഗികളും പല ഉമ്മമാരുമുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ദർസിന് സഹായിച്ച, പള്ളിക്ക് സഹായിച്ച, പരിപാടികൾക്ക് സഹായിച്ച പലരും പല വിഷമത്തിലുമുണ്ട്, കടത്തിൽപ്പെട്ടവരുണ്ട്. നീ രക്ഷപ്പെടുത്തണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ദർസിന് വേണ്ടി ഒരു ദിവസത്തെ സഹായം ഏറ്റെടുത്തൊരു പിതാവുണ്ട്, അവർക്ക് മക്കളില്ല. നീ മക്കളെ നൽകണേ അല്ലാ. മറ്റൊരു സഹോദരനുണ്ട്, നീ മക്കളെ നൽകണേ അല്ലാ. അൽഹംദുലില്ലാ, നമ്മൾ ദർസിന് പലപ്പോഴും സഹായം നൽകുന്നൊരു സഹോദരൻ ഇന്നലെ മെസ്സേജ് അയച്ചു. 6 വർഷത്തിന് ശേഷം അല്ലാഹു ഒരു പെൺകുട്ടിയെ കൊടുത്തു. അല്ലാഹുവേ, നിനക്ക് കഴിയാത്തതൊന്നുമില്ല. 19 കൊല്ലം കഴിഞ്ഞിട്ടും മക്കളെ കൊടുത്തൊരു സഹോദരൻ ചെറിയ ഒരു കുഞ്ഞനെ എനിക്ക് കാണിച്ചു തന്നു. 19 കൊല്ലം കഴിഞ്ഞിട്ട് അല്ലാഹു നൽകിയ കൺമണിയാണ്. അല്ലാ, ഞങ്ങളുടെ ഈ മഹല്ലത്തിലും അതുപോലെ ദർസിന് സഹായിച്ചവരിലും മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുണ്ട്. നീ സന്താന സൗഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയ മക്കളെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ.